Good evening, students. Good evening, sir. Good evening. എല്ലാവരും ഒന്ന് പറഞ്ഞേ, സ്ട്രോങ് ആയിട്ട് പറഞ്ഞേ. ഗുഡ് ഈവനിങ്. Good evening. ഓക്കെ, എല്ലാവരും ഗുഡ് ഈവനിങ്. ഓക്കെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നിങ്ങളെല്ലാവരും കൊമേഴ്സ് സ്റ്റുഡൻസ് അല്ലേ, കൊമേഴ്സ് ആസ്പിരൻസ് അല്ലേ? Yes, sir. ഓക്കെ. അപ്പം ഇപ്പൊ നിങ്ങളെല്ലാവരും നെറ്റ് എഴുതിയിട്ടുള്ളവരാണോ അതോ ഫസ്റ്റ് ടൈം എഴുതാൻ പോകുന്നവരാണോ? ഇതിനു മുമ്പ് അപ്പിയർ ചെയ്തിട്ടുണ്ടോ അതോ ഫസ്റ്റ് ടൈം അപ്പിയറിംഗ് ആണോ? നേരത്തെ എഴുതിയിട്ടുണ്ട്. ഓക്കെ. അപ്പം ഏറെക്കുറെ എങ്ങനെയാണ് നെറ്റ് എക്സാമിന്റെ ഘടന എങ്ങനെയാണെന്നൊക്കെ ഉള്ള ഒരു ഐഡിയ കാണുമായിരിക്കും അല്ലെ നിങ്ങൾക്ക് എല്ലാവർക്കും? Yes, എല്ലാവർക്കും sure. അല്ല, എഴുതിയിട്ടുള്ളവർക്ക് കാണുമായിരിക്കും അല്ലെ? ടൈമുള്ളവരുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് അപ്പൊ അങ്ങനെ ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് എന്താണ് നെറ്റ് എക്സാം, എങ്ങനെയാണ് ഇതിന്റെ ഒരു കാര്യങ്ങൾ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കുകയില്ല. എങ്കിലും നമുക്കൊരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസിന്റെ അത് ചേഞ്ചുകൾ വരുത്തേണ്ടതായിട്ട് വരും. കാരണം നമ്മളിത് ഒരു നെറ്റ് എന്നതിനേക്കാൾ ഉപരി JRF വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് JRF ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് ഒരുപാട് സ്ട്രാറ്റജീസ് കാര്യങ്ങളെല്ലാം നമ്മൾ ഡെവലപ്പ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്കിനി എത്ര ദിവസം കൂടെ ഉണ്ട് എക്സാമിനായിട്ട്? ഓക്കെ. അപ്പൊ നമുക്ക് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങൾ അവസാനം ചോദിക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് അവസാനം നമുക്കൊരു ഡൗട്ട് ക്ലിയറൻസ് സെഷൻ ഉണ്ടായിരിക്കും. ആ ഒരു ടൈമിൽ നമുക്ക് നിങ്ങളുടെ എല്ലാവിധ ഡൗട്ടുകളും നമുക്ക് അന്നേരം ചോദിക്കാവുന്നതാണ് കേട്ടോ. എല്ലാ കുട്ടികളും ആ ഒരു രീതിയിൽ ഡൗട്ടുകളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പം നെറ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാവിധ ഡൗട്ടുകളും അന്നേരത്തേക്കും ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പൊ പിന്നെ മാത്രമല്ല, എല്ലാവരും നിങ്ങൾക്ക് ഡൗട്ടുകൾ വരുമ്പോൾ അത് കൃത്യമായിട്ട് ചോദിക്കുകയും ചെയ്യണം. ഓക്കെ. നമ്മളിപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നെറ്റ് എക്സാം എഴുതുന്നത്? നമുക്ക് ആദ്യം തന്നെ അതിനുവേണ്ടി ആ ഒരു കാര്യം പറഞ്ഞിട്ട് തന്നെ നമുക്ക് തുടങ്ങാം. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നെറ്റ് എക്സാം എഴുതുക? ഏതൊരു ജോബിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടാണ്? അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇരുന്ന് എഴുതുന്ന, അല്ലെങ്കിൽ നമുക്കൊരു വെറുതെ ഒരു എക്സാം ആണല്ലോ, നമുക്കൊന്ന് ക്വാളിഫൈ ആയേക്കാം, എനിക്ക് നെറ്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പറയാമല്ലോ എന്നുള്ള ഒരു കാര്യം കൊണ്ട് നമ്മൾ എഴുതുന്നതാണോ? No, no. പിന്നെ ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നെറ്റ് എക്സാം എഴുതുന്നത്? You became a assistant professor. ഓക്കെ, വെരി ഗുഡ്. അസിസ്റ്റന്റ് പ്രൊഫസർ ആവുന്നതിന് വേണ്ടിയിട്ട്, നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറയുന്ന ആ ഒരു ഡ്രീമിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന ഒരു എക്സാം ആണ്. നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബേസിക് മിനിമം ക്വാളിഫിക്കേഷൻ ആണ് നെറ്റ് എന്ന് പറയുക. ഓക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്തായിരിക്കണം? നമ്മൾ ആക്റ്റീവ് ആയിട്ടുള്ള ആളുകളായിരിക്കണം അല്ലെ? സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അന്നേരം തന്നെ ആൻസർ പറയുവാനായിട്ട് നമ്മൾ പ്രാപ്തരായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ എന്തായിരിക്കണം? നമ്മൾ സ്പോണ്ടേനിയസ് ആയിട്ട് ആൻസർ ചെയ്യുന്ന ആളുകളായിരിക്കണം. ഓക്കെ. നമ്മൾ ഇനിയിപ്പം JRF എന്ന് പറയുന്ന ഒരു ഇതിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്? റിസർച്ച് പർപ്പസിലോട്ടാണ്. നമ്മൾ ആദ്യം ജൂനിയർ റിസർച്ച് ഫെലോ ആകുന്നു, പിന്നീട് സീനിയർ റിസർച്ച് ഫെലോ ആകുന്നു. അപ്പൊ ആ ഒരു ടൈമിലൊക്കെ നമുക്ക് ഒരുപാട് പ്രസന്റേഷൻസ് കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ്? നമ്മുടെ ആ ഒരു സ്പീക്കിംഗ് എബിലിറ്റി, അല്ലെങ്കിൽ നമുക്ക് ഒരു എല്ലാ കാര്യങ്ങളും അപ്പോൾ തന്നെ ചോദിക്കുവാനും, ഡൗട്ടുകൾ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്കത് ഒട്ടും പേടിയില്ലാതൊക്കെ ചോദിക്കുവാനായിട്ട് നമ്മൾ പ്രാപ്തരായിട്ടിരിക്കണം. നമ്മൾ ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്തു എന്ന് കരുതി നമ്മളൊരു ടീച്ചർ ആവുകയില്ല. എപ്പോഴെങ്കിലും നമുക്കൊരു ഞാനൊരു നെറ്റ് ക്വാളിഫൈ ആയി എന്ന് കരുതി ഞാനൊരു ഗുഡ് ടീച്ചർ ആവുമോ? അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ വേണം? കുറച്ച് സ്കിൽസ് വേണം അല്ലെ? കുറച്ച് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ അകത്ത് നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കും. മൈക്ക് ഒന്ന് ഓഫ് ചെയ്യണേ എല്ലാവരും. ഹലോ, മൈക്ക് ഒന്ന് ഓഫ് ആക്കാവോ? എക്സ്ക്യൂസ് മീ സർ, എല്ലാവരും അൺമ്യൂട്ട് ചെയ്തോട്ടെ. ഡിസ്കഷൻ ചാറ്റിൽ കണ്ടിന്യൂ ചെയ്താൽ പോരെ? ഓക്കെ, മതി. എല്ലാവരും ഞാനിനി അല്ലാതെ മൈക്ക് ഓൺ ആക്കാനായിട്ട് ആവശ്യപ്പെടുന്നില്ല. അപ്പൊ എല്ലാവരും ഒന്ന് മ്യൂട്ട് ആക്കി വെച്ചേ. കാരണം അല്ലെങ്കിൽ നമുക്കൊരു ഡിസ്റ്റർബൻസ് വരും കേട്ടോ. നമുക്ക് ലാസ്റ്റ് നിങ്ങൾക്ക് ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ ഇനിയിപ്പോ നിങ്ങളോട് അങ്ങനെ അൺമ്യൂട്ട് ചെയ്യാനുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നില്ല. നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? നമ്മള് ടീച്ചർ ആവാൻ വേണ്ടിയിട്ട് അല്ലെ? അപ്പൊ നമ്മൾ ടീച്ചർ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോബിൾ പ്രൊഫഷൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു എബിലിറ്റി വേണം. നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കിലെ കുറെ കാര്യങ്ങൾ നമ്മളിങ്ങനെ പഠിക്കും. നമ്മളിങ്ങനെ കാര്യങ്ങൾ പഠിച്ചിട്ട് കാര്യമുണ്ടോ? പഠിച്ചിട്ട് നമ്മൾ അതൊരു എക്സാമിന് എഴുതി വെച്ചു, അതുകൊണ്ട് നമ്മൾ അത് കംപ്ലീറ്റ് ആവുമോ? ഇല്ല. നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മൾക്ക് അത് പ്രാവർത്തികമാക്കുവാനായിട്ട് സാധിക്കണം. നമുക്ക് എങ്കിൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായതായിട്ട് നമുക്ക് അവിടെ കൺസിഡർ ചെയ്യുവാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ വരുമ്പോഴത്തേക്കും അന്നേരം തന്നെ ആൻസർ പറയുക, അല്ലെങ്കിൽ അന്നേരം തന്നെ ചോദിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ വരുമ്പോൾ അന്നേരം തന്നെ ചോദിക്കുക. അല്ലെങ്കിൽ എന്താണ്? അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിൽ ഇനി ഒരു ഭാവിയിൽ ഒരു ടീച്ചറായിട്ട് നമ്മൾ ചെന്ന് നിൽക്കുമ്പോഴത്തേക്കും കുട്ടികളോട് നമ്മളിങ്ങനെ ഡൗട്ട്സ് ചോദിക്കണമെന്ന് പറയുമ്പോഴോ ആൻസർ പറയാതെ പറയണമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് എന്തായിരിക്കും തോന്നുക? അന്നേരത്തേക്കും വരുന്ന ഒരു ഫീലിംഗ് എന്തായിരിക്കും?
ആ ഒരു ഇത് ഒഴിവാക്കുവാനായിട്ട് നമ്മൾ തന്നെ നമുക്ക് അവർക്ക് എന്തായിരിക്കണം, നമ്മൾ തന്നെ ഒരു മാതൃകയായിരിക്കണം, നമ്മൾ തന്നെ ഒരു റോൾ മോഡൽ ആയിരിക്കണം. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ആദ്യമേ ശ്രദ്ധിക്കുക. നമുക്ക് ആ രീതിയിൽ നമുക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യമായിട്ട് ഇൻട്രൊഡക്ഷൻ ടു UGC നെറ്റ്. UGC നെറ്റ് എന്താണെന്നുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. പിന്നീടാണ് നമ്മുടെ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയായിരിക്കണം, സിലബസ് വൈസ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ എങ്ങനെയായിരിക്കണം എന്നുള്ള രീതിയിൽ ഞാൻ പറയാനായിട്ട് പോവുക. ഓക്കെ, അപ്പൊ ഞാൻ എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്റെ പേര് ബിമൽ ബിനോയ് എന്നാണ്. ഞാൻ തൊടുപുഴയിൽ നിന്ന്, ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ നിന്ന് വരുന്നു. UGC നെറ്റ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്വാളിഫൈഡ് ആയതാണ്. പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MCOM കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പൊ ഞാൻ ഒരുപാട് കോച്ചിങ് കാര്യങ്ങളുമായിട്ട് UGC നെറ്റ്, അതുപോലെ തന്നെ HSST സെറ്റ്, അതുപോലെ മറ്റ് രീതിയിൽ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള കോച്ചിങ്ങുകൾ കാര്യങ്ങൾ, ടീച്ചിങ് എക്സാംസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കോച്ചിങ്ങുകൾ കാര്യങ്ങളിൽ ഇൻവോൾവ് ആയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഞാനൊരു സെൻട്രൽ ഗവൺമെന്റ് സെക്ടറിൽ വർക്ക് കൂടി ചെയ്യുന്നുണ്ട്, ജോലി കൂടി ചെയ്യുന്നുണ്ട്. അപ്പൊ ആ രീതിയിലാണ് മുന്നോട്ട് പോകുക. ഓക്കെ, അപ്പൊ അത്രയൊക്കെയാണ് എന്നെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഇനിയിപ്പം നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് തന്നെ അബൌട്ട് UGC നെറ്റ്. UGC നെറ്റ് എന്താണ് എന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കണം അല്ലെ. ഇപ്പൊ ചില കുട്ടികൾക്ക് അറിയാമായിരിക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയായിരിക്കും UGC നെറ്റ് എന്താണെന്ന്. അപ്പൊ നമുക്കൊന്നും കൂടെ ഞാൻ അതിനെ പറ്റി പറയാം. UGC നെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UGC നടത്തുന്ന ഒരു എക്സാം, അല്ലെങ്കിൽ UGC കണ്ടക്ട് ചെയ്യുന്ന ഒരു എക്സാം ആണ്. NDA ആണ് കണ്ടക്ട് ചെയ്യുക. പക്ഷെ നമുക്ക് അതിന്റെ ഒരു ഹെഡ് എന്താണ്? UGC ആണ്. UGCയുടെ കീഴിൽ NDA, UGCക്ക് വേണ്ടി NDA നടത്തപ്പെടുന്ന ഒരു എക്സാം ആണ് എന്തെന്ന് പറയുക, UGC നെറ്റ് എക്സാം. UGC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അല്ലെ. അപ്പൊ അതെല്ലാവർക്കും അറിയാം. അതായത് ഒരു ഓട്ടോണമസ് ബോഡിയാണ്. എല്ലാ യൂണിവേഴ്സിറ്റികളെയും കൺട്രോൾ ചെയ്യുന്ന, രാജ്യത്തെ എല്ലാ യൂണിവേഴ്സിറ്റികളെയും കൺട്രോൾ ചെയ്യുന്ന ഒരു ബോഡിയാണ് UGC. അത് കണ്ടക്ട് ചെയ്യുന്ന ഒരു എക്സാം ആണ്. അല്ലെങ്കിൽ അത് NDA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമായിരിക്കുമല്ലോ അല്ലെ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആണ് ഈ ഒരു നെറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുക. നെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് അല്ലേ. ഇപ്പം അത് എന്തിനു വേണ്ടിയിട്ടാണ് നടത്തപ്പെടുക എന്നുള്ളത് നമ്മളിപ്പോ തന്നെ കാണും. ഇപ്പം NDA ട്വൈസ് ഇൻ എ ഇയർ. അപ്പൊ ഒരു വർഷത്തിൽ എത്ര തവണ നമ്മൾ ഈ ഒരു എക്സാം കാണുന്നുണ്ട്? 2 തവണ ഒരു വർഷം. അത് ഏതൊക്കെ മാസങ്ങളിലാണ്? ജൂൺ മാസവും അതുപോലെ തന്നെ ഡിസംബർ മാസവും. ജൂൺ മാസത്തിലും ഡിസംബർ മാസത്തിലും ആണ് ഇത് നടത്തപ്പെടുക. ഇത് ഏത് വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടാണ്? മാനവിക വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പ്രധാനമായിട്ടും മാനവിക വിഷയങ്ങൾ. അപ്പൊ എന്താണ് ഈ മാനവിക വിഷയങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ? മാനവികം, ഇപ്പൊ ആ ഒരു പേരിൽ തന്നെ കാണുന്നുണ്ട്, ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളാണ് അതിന്റെ അത് ഏറ്റവും കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത്. ഹ്യൂമാനിറ്റീസ് വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? സോഷ്യൽ സയൻസ് വിഷയങ്ങൾ അല്ലെ. സോഷ്യൽ സയൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന വിഷയങ്ങളുണ്ട്. പിന്നെ സോഷ്യൽ സയൻസ് മാത്രമാണോ? അല്ല, മാനവിക വിഷയങ്ങളുടെ കൂടെ ഏതൊക്കെ വരുന്നുണ്ട്? ആർട്സ്, ഒരുപാട് ആർട്സ് വിഷയങ്ങൾ. ആർട്സ് വിഷയം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ കലാപരമായിട്ട് ഇപ്പം മാനവിക വിഷയങ്ങളെയും അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളെയും നമ്മളൊരു ആർട്സിന്റെ ഒരു പാർട്ടായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ സോഷ്യൽ സയൻസിൽ ഇൻവോൾവ് ആകാത്ത മറ്റ് ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് അത് ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ എന്തൊക്കെ വരുന്നുണ്ട്? ലിറ്ററേച്ചർ വരുന്നുണ്ട്. അതുപോലെ തന്നെ കൊമേഴ്സ് സബ്ജക്റ്റുകൾ വരുന്നുണ്ട്. ലാംഗ്വേജസ് വരുന്നുണ്ട്. മാനേജ്മെന്റ് വരുന്നുണ്ട്. പിന്നെ ഏതൊക്കെ വരുന്നുണ്ട്? ഫിലോസഫി, സൈക്കോളജി, ആ രീതിയിലുള്ള സബ്ജക്റ്റുകൾ വരുന്നുണ്ട്. കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് വരുന്നുണ്ട്. പിന്നെ ഏതാണ് വരിക? എൻവയോൺമെന്റ് സയൻസ് വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പലതരത്തിലുള്ള വിഷയങ്ങൾ അടങ്ങിയിരിക്കുന്ന, ഓക്കെ, മെയിൻ ആയിട്ട് നമ്മൾ സയൻസ് സബ്ജക്റ്റുകളെ ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി വരുന്ന സബ്ജക്റ്റുകളെല്ലാം ഈ ഒരു UGC നെറ്റിന്റെ അണ്ടറിലാണ് വരിക. ഓക്കെ, അപ്പൊ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നടത്തപ്പെടുക? ഇറ്റ് ഈസ് കണ്ടക്ടഡ് ആസ് ആൻ എലിജിബിലിറ്റി ടെസ്റ്റ്. ഒരു എലിജിബിലിറ്റി ടെസ്റ്റ്. എന്തിനു വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്? അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് ആൻഡ് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്. ഓക്കെ, അപ്പൊ എന്താണ് ഈ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കോളേജുകളിലൊക്കെ പ്രൊഫസർ ആവുക എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ നമുക്ക് ഒരിക്കലും നേരിട്ട് കോളേജിലോട്ട് പ്രൊഫസർ ആയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് പറ്റില്ല അല്ലെ. നമ്മൾ ഏത് കോളേജിൽ എങ്ങനെ ജോയിൻ ചെയ്താലും നമ്മൾ ആദ്യം എന്തായിട്ടായിരിക്കും ജോയിൻ ചെയ്യുക? ആദ്യം അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറയുന്ന ആ ഒരു തസ്തികയിലേക്കായിരിക്കും ജോയിൻ ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്തൊക്കെയായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്? നമ്മൾ എന്തൊക്കെയായിട്ട് വരും? അതിനുശേഷമാണ് നമ്മൾ അസോസിയേറ്റ് പ്രൊഫസർ. അസിസ്റ്റന്റ് പ്രൊഫസറിന് ശേഷം അസോസിയേറ്റ് പ്രൊഫസർ ആകുന്നു. അസോസിയേറ്റ് പ്രൊഫസറിന് ശേഷം എന്താകുന്നു? ലാസ്റ്റ് വരുന്നതാണ് പ്രൊഫസർ. അത് അതിന്റെ ഒരു സീനിയോറിറ്റി അനുസരിച്ച്, നമ്മുടെ ഒരു ക്വാളിഫിക്കേഷൻസ് ഒക്കെ അനുസരിച്ച് നമ്മൾ അതിന്റെ അന്ന് കയറി പോകും. അപ്പൊ നമുക്ക് നേരെ തന്നെ പ്രൊഫസർ ആകാനായിട്ട് സാധിക്കും? ഒരിക്കലും ഇല്ല അല്ലെ. നമ്മൾ ആദ്യം തന്നെ നമ്മൾ ആവുക അസിസ്റ്റന്റ് പ്രൊഫസർ ആയിരിക്കും. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു മിനിമം ക്രൈറ്റീരിയ അല്ലെങ്കിൽ മിനിമം എലിജിബിലിറ്റി ടെസ്റ്റ് ആണ് എന്തെന്ന് പറയുക? UGC നെറ്റ് എന്ന് പറയുക. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ എന്തൊക്കെ ഇന്നുകൂടെ വരുന്നുണ്ട്? ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്. അപ്പൊ നമ്മൾ ഇതിന്റെ മെയിൻ ആയിട്ട് കാണേണ്ടത്, പ്രധാനമായിട്ട് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത് എന്താണ്? ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഒരു റിസർച്ച് ആക്ടിവിറ്റീസ് കൺസിഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ റിസർച്ച് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇപ്പം ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റിസർച്ച് ആക്ടിവിറ്റീസ്. നമുക്കിപ്പം JRF ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജൂനിയർ റിസർച്ച് ഫെലോ ആകാനായിട്ട് സാധിക്കുകയുള്ളൂ? ഒരിക്കലും അല്ലേ. അതിൻ്റെ അകത്ത് നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് എക്സാമിനേഷൻസ് പാസ് ആവുകയാണ് എങ്കിൽ നമുക്ക് നേരിട്ട് നമുക്ക് PhD ചെയ്യാവുന്നതാണ്. ഒരുപാട് PhD ഉള്ള സ്റ്റുഡൻസും നെറ്റ് എഴുതുന്നുണ്ട്.
ഓക്കെ, അപ്പൊ അതെന്തിനു വേണ്ടിയിട്ടാണ്? അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഡോക്ടറേറ്റ് ഉള്ളവര് നെറ്റ് എഴുതണമെന്ന് നിർബന്ധമില്ല എന്നൊക്കെ നമ്മൾ കാണാറുണ്ടല്ലേ. പക്ഷെ അവിടെയും അതൊരു അഡീഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. നെറ്റ് ഉണ്ട് എന്ന് പറയുന്നത്, അതായത് നമുക്കൊരു ഡോക്ടറേറ്റ് ഉണ്ട് എങ്കിൽ പോലും എന്താണ്, നെറ്റ് ഉണ്ടെന്ന് പറയുന്നത് മറ്റൊരു ഒരു സ്പെഷ്യൽ ക്വാളിഫിക്കേഷൻ ആണ്, ഒരു സ്പെഷ്യൽ അഡീഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. വേണമെങ്കിൽ ഭാവിയിൽ അതൊരു നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമായേക്കാം. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ നെറ്റ് അല്ലെങ്കിൽ എന്താണ് ഡോക്ടറേറ്റ് PhD എന്നാണ് നമുക്കൊരു മിനിമം ക്രൈറ്റീരിയ ആയിട്ട് കാണുക. പക്ഷെ എങ്കിൽ പോലും എന്താണ് നെറ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളത് അവിടെ ഒരു അടിസ്ഥാനമായിട്ട് നമുക്ക് അവിടെ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഡോക്ടറേറ്റ് ഉള്ളവരും PhD ഉള്ള ആളുകളും എല്ലാം എന്ത് ചെയ്യുക, ഈ ഒരു നെറ്റ് എക്സാം എഴുതുക. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം അവിടെ ശ്രദ്ധിക്കുക. JRFന്റെ അകത്ത് നമ്മൾ ആദ്യം ജൂനിയർ റിസർച്ച് ഫെലോ ആയിട്ട് ചെല്ലും. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ അസിസ്റ്റന്റ് പ്രൊഫസർ കഴിഞ്ഞ് അസോസിയേറ്റ് പ്രൊഫസർ ആകും, അസോസിയേറ്റ് പ്രൊഫസർ കഴിഞ്ഞിട്ട് എന്താകും, പ്രൊഫസർ ആകും എന്നൊക്കെ പറയുന്ന പോലെ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പിൽ നമ്മൾ ആദ്യം ജൂനിയർ റിസർച്ച് ഫെലോ ആയിട്ടാണ് ചെല്ലുക. അപ്പൊ അതിന്റെ ഒരു അതായത് 2-2.5 കൊല്ലം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആദ്യത്തെ ഒരു സിനോപ്സിസ് നമ്മളവിടെ സബ്മിറ്റ് ചെയ്യണം. ഒരു പ്രൈമറി ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നമ്മളവിടെ സബ്മിറ്റ് ചെയ്യണം. പിന്നെ അത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഒരു 3-അംഗ സമിതി ഉണ്ടായിരിക്കും, ഒരു 3 മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു കമ്മിറ്റി ഉണ്ടായിരിക്കും. ആ ഒരു കമ്മിറ്റി അത് പിന്നീട് അതൊന്ന് വെരിഫൈ ചെയ്തതിന് ശേഷമായിരിക്കും നമുക്ക് സീനിയർ റിസർച്ച് ഫെലോഷിപ്പിലേക്ക് നമ്മൾ കടക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താണ്, ആദ്യം ഒരു ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, പിന്നെ സീനിയർ റിസർച്ച് ഫെലോഷിപ്പ്. അപ്പൊ അവിടെ അകത്തൊക്കെ ഒരു സ്റ്റൈഫൻഡ് അതിന്റെ അകത്ത് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇപ്പൊ നമുക്കൊരു 37,000 ആയിരിക്കും നമുക്കൊരു ഫസ്റ്റ് ജൂനിയർ റിസർച്ച് ഫെലോ ആയിരിക്കുന്ന ഒരു ടൈമിൽ HRI കൂടി ഹൗസ് റെന്റ് അലവൻസ് കൂടെ കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കും നമുക്ക് ലഭിക്കുക. പിന്നീട് അതൊരു 40,000 എബോവിലോട്ട് നമ്മൾ പിന്നീട് അത് മാറുന്നതായിരിക്കും. ഓക്കെ, 42,000 ആ ലെവലിലേക്ക് നമുക്ക് പിന്നീട് എന്ത് കിട്ടും, സ്റ്റൈഫൻഡ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു കംപ്ലീറ്റ് എമൗണ്ട് നമ്മുടെ റിസർച്ചിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയൊക്കെയാണ് കിട്ടുക. അതുപോലെ പക്ഷേ നമുക്ക് അത്രയും എമൗണ്ട് ഒന്നും ആവില്ല, നമുക്ക് കുറച്ച് സേവിങ്സ് കൂടി ആക്കാനായിട്ട് പറ്റും. ഓക്കെ, 5 yearsലേക്കായിരിക്കും നമുക്ക് ഇത് ലഭിക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇപ്പൊ ആ ഒരു സ്റ്റൈഫൻഡ് ലഭിക്കാൻ വേണ്ടി മാത്രമാണോ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് അല്ലെങ്കിൽ JRF? അല്ലല്ലേ. JRF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡീഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. ഇപ്പൊ നെറ്റ് ഉണ്ട്, JRF ഉണ്ട്. അപ്പം JRF ഉള്ള ആളെ ആയിരിക്കും അവിടെ കൺസിഡർ ചെയ്യുക. അവിടെ അതൊരു അഡീഷണൽ ആണ്, അഡീഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് നമുക്ക് അവിടെ കൺസിഡർ ചെയ്യാവുന്നതാണ്. JRFന്റെ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റിന് മീതെ നിൽക്കുന്ന, നെറ്റിന് എബവ് നിൽക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ്. ആ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും എല്ലായിടത്തും നമുക്ക് എന്തുണ്ടായിരിക്കും, ഒരു മുൻഗണന ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം കൂടി നമ്മൾ അവിടെ കൺസിഡർ ചെയ്യണം. അല്ലാതെ നമുക്കൊരു സ്റ്റൈഫൻഡോട് കൂടി റിസർച്ച് ചെയ്യുക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമല്ല JRF ലഭിക്കുന്നത് കൂടിയുള്ളത്. ഈ രീതിയിൽ ഒരു നെറ്റിനേക്കാളും ഉയർന്നു നിൽക്കുന്ന ഒരു മുൻഗണന JRFനുണ്ട്. ഓക്കെ, ആ ഒരു കാര്യം കൂടെ അവിടെ കൺസിഡർ ചെയ്യണം. അതുപോലെ CSIR നെറ്റ് ഫോർ സയൻസ് സബ്ജക്ട്. ഓക്കെ, ഇപ്പൊ സയൻസ് സബ്ജക്റ്റുകളുമായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഏത് നെറ്റാണ് എഴുതേണ്ടത്? CSIR നെറ്റ്. ഓക്കെ, അപ്പം CSIR നെറ്റെന്നും നെറ്റ് ഇതുപോലെ തന്നെയാണ്, UGC തന്നെ കണ്ടക്ട് ചെയ്യുന്ന ഒരു നെറ്റാണ്. അപ്പൊ നമ്മൾ CSIR UGC നെറ്റ് എന്നാണ് പറയുക. ഓക്കെ, അപ്പൊ CSIR നെറ്റ് ഏത് വിഷയങ്ങൾക്കാണ് അത് എഴുതേണ്ടത്? സയൻസ് വിഷയങ്ങൾക്ക് 5 വിഷയങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത്. 5 സയൻസ് വിഷയങ്ങൾ നമ്മുടെ ഒരു മെയിൻ ആയിട്ട് ഒരു കോർ സയൻസ് വിഷയങ്ങളിൽ ആണ് നമുക്ക് ഈ ഒരു CSIR നെറ്റിന്റെ ഒരു ആപ്ലിക്കബിലിറ്റി. സയൻസ് സ്റ്റുഡൻസിനും ഈ ഒരു UGC നെറ്റ് എഴുതാവുന്നതാണ്. ഓക്കെ, ഞാനൊരു സയൻസ് സ്റ്റുഡന്റ് ആണ്, അതുകൊണ്ട് എനിക്ക് നെറ്റ് എഴുതാൻ പറ്റിയില്ലേ എന്ന് നമുക്ക് പറയാനായിട്ട് വരില്ല. അവർക്ക് എല്ലാവർക്കും നമുക്കൊരു ഈ ഒരു എൻവയോൺമെന്റ് പറഞ്ഞോളൂ. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അതായത് നമുക്ക് സയൻസ് സ്റ്റുഡൻസിനും ഈ ഒരു UGC നെറ്റ് എഴുതാവുന്നതാണ്. അപ്പം ആ ഒരു കാര്യം കൂടെ അവിടെ കൺസിഡർ ചെയ്യുക. പക്ഷെ നമുക്ക് എന്താണ്, സാധാരണ അല്ലാത്ത സ്റ്റുഡൻസിന്, സയൻസ് സ്റ്റുഡൻസ് അല്ലാത്തവർക്ക് CSIR നെറ്റ് എഴുതാനായിട്ട് സാധിക്കുന്നതല്ല. അപ്പൊ CSIR നെറ്റിന്റെ അകത്ത് കുറെ വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന, അതായത് UGC നെറ്റുമായിട്ട് കമ്പയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് CSIR നെറ്റ് ഡിഫറെന്റ് ആണ്. അതിനകത്ത് കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു എക്സാം ആണ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ നമുക്കൊരു ബുദ്ധിമുട്ടാണ് ഒരു CSIR നെറ്റ് ക്രാക്ക് ചെയ്യുക എന്നുള്ളത്. അതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് ഈ പറയുന്ന പോലെ പേപ്പർ 1 പേപ്പർ 2ന്റെ ഒരു കംപ്ലീറ്റ് ആ രീതിയിലുള്ള ഒരു സ്ട്രക്ചർ അല്ല. അതിൻ്റെ അകത്ത് പേപ്പർ 2വിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ്, അതിന്റെ നെഗറ്റീവ് മാർക്കിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് മാർക്കിംഗ് സിസ്റ്റത്തിലും കംപ്ലീറ്റ് കാര്യങ്ങളിലും ഒരു വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് CSIR നെറ്റ് UGC നെറ്റുമായിട്ട് നമുക്ക് എക്സാമിന് നമുക്ക് ആ രീതിയിൽ കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷെ ഇതിന്റെ ബെനിഫിറ്റ് സെയിം ആയിരിക്കും. ഓക്കെ, അതായത് നമുക്ക് ഈ അവരുടെ സയൻസ് സബ്ജക്റ്റുകൾക്കാണെങ്കിൽ നമുക്ക് എന്താണ് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പും ഉണ്ടാവും. ഈ ഒരു നെറ്റ് ക്വാളിഫൈ ആകുന്നവർക്കായിരിക്കും അസിസ്റ്റന്റ് പ്രൊഫസർ ആകുവാനായിട്ടുള്ള ഒരു യോഗ്യത ലഭിക്കുക. അപ്പൊ ഇത്രയാണ് UGC നെറ്റിനെ കുറിച്ചുള്ള ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ. ഇനി അബൌട്ട് ദ എക്സാമിനേഷൻ, നമ്മുടെ UGC നെറ്റ് എക്സാമിനേഷൻ ഏത് രീതിയിലായിരിക്കും എന്നുള്ളതാണ് നമ്മളിവിടെ കാണുക. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും? മൊത്തം 150 ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. 150 ചോദ്യങ്ങൾ നമ്മൾ ആൻസർ ചെയ്യേണ്ടതായിട്ടുണ്ട്. മൊത്തം ആൻസർ ചെയ്യണം കേട്ടോ. ഓക്കെ, നമ്മൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇതിനകത്ത് ഒഴിവാക്കേണ്ടതായിട്ടില്ല. കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വീതം. ഓക്കെ, 2 മാർക്സ് ഈച്ച്.
അതിനകത്ത് 50 ക്വസ്റ്റ്യൻസ് പേപ്പർ 1-ൽ നിന്നും 100 ക്വസ്റ്റ്യന് പേപ്പർ 2-ൽ നിന്നും അല്ലെങ്കിൽ പാർട്ട് 2-ൽ നിന്നും ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ പേപ്പർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജനറൽ പേപ്പർ ആണ് പേപ്പർ 1-ന്റെ അകത്ത് നമ്മൾ കാണുക. അതിനകത്ത് ടോട്ടൽ 10 സബ്ജക്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ 10 ടോപ്പിക്സ് ആയിരിക്കും ഇതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കുക. ആ രീതിയിലാണ് പേപ്പർ 1 ഉണ്ടായിരിക്കുന്നത്. പിന്നെയുള്ളത് പേപ്പർ 2 എന്ന് പറയുമ്പോഴാണ് നമ്മുടെ മെയിൻ പേപ്പർ വരിക. ഓക്കെ, മെയിൻ പേപ്പർ നമ്മുടെ ഏതാണ്? നമ്മളെല്ലാവരും കൊമേഴ്സ് സ്റ്റുഡൻസ് അല്ലേ? അപ്പൊ നമ്മുടെ മെയിൻ പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊമേഴ്സ് ആയിരിക്കും. അതിൻ്റെ അകത്തുനിന്ന് 100 ക്വസ്റ്റ്യൻസും അങ്ങനെ ടോട്ടൽ 150 ക്വസ്റ്റ്യനും ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വീതം. അങ്ങനെ വരുമ്പോഴത്തേക്കും ടോട്ടൽ 300 മാർക്ക്, ടോട്ടൽ 300 മാർക്സിലായിരിക്കും നമ്മുടെ എക്സാം വരിക. അപ്പൊ ആ രീതിയിൽ നമുക്കതിപ്പം എന്തിനാണ് അത് 300 ആക്കിയിരിക്കുന്നതെന്ന് നമുക്കൊരു കൃത്യമായിട്ട് ഒരു ആൻസർ നമുക്ക് അതിൻ്റെ അകത്ത് പറയാനായിട്ട് പറ്റില്ല. കാരണം 150 ആക്കിയാലും 300 ആക്കിയാലും സെയിം ട്രീറ്റ്മെന്റ് തന്നെയാണ് വരിക. ഓക്കെ, നമുക്ക് ഇതിനകത്ത് മൈനസ് മാർക്കോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അതിനകത്ത് മാർക്കിങ്ങിൽ വേറെ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല. 150-ൽ 100 മേടിക്കുന്നതും 300-ൽ 200 മേടിക്കുന്നതും തമ്മിൽ വലിയൊരു വ്യത്യാസങ്ങളൊന്നും ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ഒരു ആവശ്യകത അല്ലെങ്കിൽ അതിന്റെ ഒരു വലിയൊരു ഇമ്പോർട്ടൻസ് അതിൻ്റെ അകത്ത് വരുന്നില്ല. 2 മാർക്സ് അതിൻ്റെ അകത്ത് കൺസിഡർ ചെയ്യുന്നതിൽ 1 മാർക്ക് എന്നുള്ള രീതി കൺസിഡർ ചെയ്താലും അതിനകത്ത് മറ്റ് വ്യത്യാസങ്ങളോ കാര്യങ്ങളൊന്നും വരാനായിട്ട് വരുന്നില്ല. ഓക്കെ, അപ്പൊ എങ്കിലും നമുക്ക് എന്താണ് ഒരു ക്വസ്റ്റിന് 2 മാർക്ക് വീതം, മൊത്തം 300 മാർക്കില്ല. ഡ്യൂറേഷൻ 3 hours, ടോട്ടൽ 3 hours ആണ് കേട്ടോ. ഓക്കെ, ഒരിക്കലും ഇപ്പൊ ചിലപ്പോൾ 1 മണിക്കൂർ കൊണ്ട് തന്നെ പേപ്പർ 1 കംപ്ലീറ്റ് ചെയ്യണം, ബാക്കി 2 മണിക്കൂർ എടുത്താണ് പേപ്പർ 2 കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതിൻ്റെ അകത്ത് വരുന്നില്ല. നമുക്ക് മുഴുവൻ ടൈമും ഇതിനകത്ത് നമുക്ക് എല്ലാ പേപ്പറിനും കൊണ്ട് എഴുതിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. വേണമെങ്കിൽ ചില കുട്ടികളുണ്ടായിരിക്കും പേപ്പർ 2 1 മണിക്കൂർ കൊണ്ടും പേപ്പർ 2 1 hour ഒക്കെ എടുത്തൊക്കെ പയ്യെ ഇതൊക്കെ എഴുതുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും. ആ രീതിയിലൊക്കെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമുക്ക് എങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യാം, ഈ ഒരു പേപ്പർ 2-ഉം പേപ്പർ 1-ഉം ഒക്കെ നമുക്ക് എഴുതാവുന്നതാണ്. ആ ഒരു 3 മണിക്കൂർ കൊണ്ട് നമ്മളത് തീർത്താൽ മതി. അപ്പം 3 മണിക്കൂർ ഉണ്ടല്ലോ എന്ന് കരുതി പെട്ടെന്ന് തീർക്കാനൊന്നും നമുക്ക് സാധിക്കില്ല. പേപ്പർ 1-ന്റെ അതൊക്കെ ഒരുപാട് പ്രോബ്ലം വൈസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊക്കെ വായിച്ചു വരുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ടൈം എടുക്കുന്നതാണ്. അപ്പം പ്രോപ്പർ ടൈം മാനേജ്മെന്റ് ഇല്ലാതെ നമുക്ക് ഇത് എഴുതാനായിട്ട് പറ്റുമൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്തുണ്ടായിരിക്കണം? ഒരു പ്രോപ്പർ ടൈം മാനേജ്മെന്റ് ഇതിന്റെ അകത്ത് ഉണ്ടായിരിക്കണം. അടുത്തത് നോ നെഗറ്റീവ് മാർക്സ്. അത് നല്ലൊരു ക്വാളിഫിക്കേഷൻ ആണ്. ഒരു അഡീഷണൽ ക്വാളിറ്റി ആയിട്ട് നമുക്ക് ഇതിനകത്ത് പറയാവുന്നതാണ്. എന്താണ്? നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളൊരു കാര്യം. ഓക്കെ, അപ്പം എന്താണ് മറ്റ് എക്സാമുകൾ PSC എക്സാം, SSC എക്സാം ഒക്കെ എഴുതുന്ന കുട്ടികളായിരിക്കും അല്ലെ? നിങ്ങൾ PSC എക്സാമും SSC എക്സാംസ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും. ആ ഒരു എക്സാമിലൊക്കെ നിങ്ങൾ മെയിൻ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ റോങ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ 0.33 മാർക്ക് നെഗറ്റീവ് മാർക്കായിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഏത് എക്സാം എടുത്തു കഴിഞ്ഞാൽ ഇൻ കേസ് CUET എക്സാം എഴുതിയാൽ പോലും, ഏത് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയാൽ പോലും അവിടെ എന്തുണ്ടായിരിക്കും? ഒരു നെഗറ്റീവ് മാർക്ക് ഉണ്ടായി. അപ്പം നമ്മുടെ UGC നെറ്റ് എക്സാമിനേഷന്റെ ഒരു മെയിൻ അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ക്വാളിറ്റിയാണ് എന്താ? നമുക്ക് അവിടെ നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളൊരു കാര്യം. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് എന്താണ്? നമുക്ക് എല്ലാ ക്വസ്റ്റിനും ആൻസർ ചെയ്യാം അല്ലെ? അപ്പം ഒരിക്കലും ഒരു ക്വസ്റ്റ്യൻ പോലും ഇതിനകത്ത് വിടാതിരിക്കുക. അപ്പൊ അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട വേറൊരു കാര്യം. എന്താണ്? ഏത് ക്വസ്റ്റ്യൻ ഇതിനൊരു പ്രിപ്പറേഷൻ, എക്സാമിനേഷന്റെ ഒരു പ്രിപ്പറേഷൻ ഉണ്ട്. അപ്പൊ അത് എക്സാം എങ്ങനെ എഴുതണം എന്നുള്ളതിനെ പറ്റിയുള്ള കുറച്ച് സ്ട്രാറ്റജീസ് കാര്യങ്ങളുണ്ട്. നമ്മൾ അതിനെ പറ്റി അതും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. അത് കുറെ കാര്യങ്ങൾ അതിന്റെ അതും കൂടെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ അകത്ത് ഞാൻ മെയിൻ ആയിട്ട് വരുന്ന ഒരു കാര്യം പറയാം. എന്താണ്? ടോട്ടൽ ക്വസ്റ്റ്യനും എഴുതുക, എല്ലാ ക്വസ്റ്റ്യനും മാർക്ക് ചെയ്ത് പോവുക. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം ഒരിക്കലും വിട്ട് കളയാതിരിക്കുക. അറിയാമെങ്കിലും അറിയില്ല എങ്കിലും നമുക്ക് റിവ്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തിടാം. അല്ലെങ്കിൽ അത് റിവ്യൂ ക്ലിക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ഷീറ്റ്, നമുക്കൊരു വർക്കിംഗ് ഷീറ്റ് കിട്ടും. ആ ഒരു ഷീറ്റിൽ തന്നെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 3, ക്വസ്റ്റ്യൻ നമ്പർ 5, ക്വസ്റ്റ്യൻ നമ്പർ 10. ആ രീതിയിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അറിയാതെ നമ്മൾ വെറുതെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്ത് വെക്കുക. അവസാന ടൈം കിട്ടുമ്പോൾ നമുക്ക് അത് വർക്ക് ഔട്ട് ചെയ്ത് ചെയ്യാവുന്നതാണ്. ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ വരുന്നത് അപ്പം അതിൻ്റെ അത് നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ള ഒരു കാര്യം സൂചിപ്പിച്ചു. അപ്പൊ ആ ഒരു കാര്യം എല്ലാവരും കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്ത് നോക്കുകയാണ് എങ്കിലും എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്ത് പോവുക കേട്ടോ. ഒരിക്കലും ഒരു ക്വസ്റ്റ്യൻ വിട്ടൊന്നും കളയരുത്. ഓക്കെ, ഞാനൊക്കെ ഇതിനു മുമ്പ് ക്ലാസ് ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറെ കുട്ടികളൊക്കെ ആ ഒരു രീതി ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇത്തരത്തിൽ മോക്ക് ടെസ്റ്റുകൾക്കൊന്നും മുഴുവൻ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യില്ല. അതായത് എന്താണ്? ഈ PSC എക്സാമിനേഷൻ അല്ലെങ്കിൽ SSC എക്സാമിനേഷൻ പോലുള്ള എക്സാമിനേഷൻ ഇങ്ങനെ എഴുതി വരുമ്പോഴത്തേക്ക് നമ്മൾ അതിന്റെ ഒരു പ്രാക്ടീസിൽ ഇരിക്കുവാണ്. കുറെ അറിയില്ലാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ വിട്ട് കളഞ്ഞു. അങ്ങനെ വന്ന് നമ്മൾ ഇതിന്റെ അകത്ത് നമ്മൾ അറിയില്ലാത്ത ക്വസ്റ്റ്യൻസ് അങ്ങ് വിട്ട് കളയുന്നു, ലാസ്റ്റ് അത് എഴുതാൻ പറ്റാതെ വരുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരിക്കലും വരാതിരിക്കുക. അപ്പൊ നിങ്ങളെല്ലാവരും നമ്മുടെ ഒരു ഗ്രൂപ്പിലുണ്ട് എന്ന് കരുതുന്നു. കുറെ കുട്ടികൾ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. അതിനകത്ത് മിക്ക ദിവസങ്ങളിലും പോൾ ഇടുന്നുണ്ട്. അപ്പൊ ആ ഒരു പോളൊക്കെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കൊരു അറിയില്ലാത്ത ക്വസ്റ്റ്യൻ, നമുക്ക് അതിൻ്റെ അകത്ത് ചില 2 ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ 2 ഓപ്ഷൻസ് വേണമെങ്കിൽ ചൂസ് ചെയ്യാലോ, അല്ലെങ്കിൽ 3 ഓപ്ഷൻസ് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഒരിക്കലും ഇതിനകത്ത് ആൻസർ അല്ല എന്നുള്ള രീതി റോങ് ആയിട്ട് വരുന്ന ഓപ്ഷനെ ഒഴിവാക്കിയിട്ട് അല്ലെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് അറിയാവുന്ന ഓപ്ഷൻ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പൊ അതിന്റെ അകത്തുനിന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു 50-50 ചാൻസ് കിട്ടും അല്ലെ?
ചില ക്വസ്റ്റ്യൻസ് 2 ക്വസ്റ്റ്യൻ മാത്രം അല്ലെങ്കിൽ 2 ഓപ്ഷൻസ് മാത്രം അറിയാമെങ്കിൽ അവിടെ ഒരു 50-50 ചാൻസ് ആണ്. ഒന്നെങ്കിൽ കിട്ടും അല്ലെങ്കിൽ പോകും എന്നുള്ള രീതിയിൽ. അപ്പൊ ആ ഒരു 50-50 ചാൻസ് നമുക്ക് പ്രോപ്പർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ടൊക്കെ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യുക. ഒരിക്കലും ഇതിനകത്ത് നെഗറ്റീവ് മാർക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു ക്വസ്റ്റ്യനും വിട്ട് കളയരുത്. ഓക്കെ, അപ്പൊ ഇതെല്ലാം നമ്മൾ ഈ ഒരു സിലബസിൽ മാത്രമാട്ടോ. സിലബസിനകത്ത് ഒരു ഗണ്യമായിട്ടൊരു ചേഞ്ച് ചിലപ്പോൾ വരാനായിട്ട് സാധ്യതയുണ്ട്. ചിലപ്പോഴല്ല അത് വരും, എന്തായാലും അത് വന്നിരിക്കും. ഈ ഒരു മിക്കവാറും ഒരു ജൂൺ സൈക്കിൾ എക്സാമിനേഷൻ ആയിരിക്കും ലാസ്റ്റ് എക്സാം ആയിട്ട് വരിക. അപ്പൊ അത് കഴിഞ്ഞാൽ ചിലപ്പം നെഗറ്റീവ് മാർക്കൊക്കെ കൊണ്ടുവന്നേക്കാം, ഇംപ്ലിമെന്റ് ചെയ്തേക്കാം. അതെല്ലാം എന്തിന്റെ ബേസിലാണ്? ഇനി വരുന്നതെല്ലാം ഒരു ന്യൂ എഡ്യൂക്കേഷണൽ പോളിസിയുടെ ബേസിൽ വരുന്ന ഒരു സിലബസ് ആണ്. ആ ഒരു സിലബസിന് കുറച്ചും കൂടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതിപ്പോ അതിനെപ്പറ്റിയുള്ള ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. എന്തായാലും അതിനകത്ത് NEP-ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ള ഒരു കാര്യം മാത്രമേ നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ. ഇതിന്റെ ക്വാളിഫയിങ് മാർക്ക് എത്രയാണ്? 40%, 40% ഫോർ ജനറൽ കാറ്റഗറി ആൻഡ് 35% ഫോർ റിസർവ്ഡ് കാറ്റഗറീസ്. ജനറൽ കാറ്റഗറി ആണെങ്കിലും 40%, റിസർവ്ഡ് കാറ്റഗറി ആണെങ്കിൽ 35%. അപ്പൊ ഇത് എന്താണ്? ഈ ഒരു 40 മാർക്ക് മേടിച്ചാൽ നമ്മൾ ജയിക്കുമോ? അല്ലെങ്കിൽ 35% മാർക്ക് മേടിച്ചാൽ നമുക്ക് ജയിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല അല്ലേ. അപ്പൊ ഇതൊരു ജസ്റ്റ് ക്വാളിഫയിങ് മാർക്കാണ്. നമ്മുടെ ഒരു ആദ്യത്തെ കടമ്പ കടന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, 40, അതായത് നമ്മുടെ പേപ്പർ വാല്യൂ ചെയ്യണമെങ്കിൽ തന്നെ 40% മാർക്ക് വേണം. അല്ലെങ്കിൽ 40% ഇപ്പൊ നമ്മള് ആൻസർ കീ ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൂട്ടി നോക്കുകയാണ്, എനിക്കൊരു 30% മാർക്കേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അതിന്റെ അകത്ത് ഒരു ഹോപ്പ് വെക്കേണ്ടതില്ല എന്നാണ് ഇതിന്റെ അകത്ത് പറയുക. കാരണം എന്താണ്, ഒരു മിനിമം നമ്മൾ 40% മാർക്ക് അതിന്റെ അകത്ത് വന്നിരിക്കണം. നമ്മൾ അതിനകത്തേക്ക് ആ ഒരു എൻട്രി ചെയ്യണമെങ്കിൽ, നമ്മുടെ പേപ്പർ വാല്യൂ ചെയ്യണമെങ്കിൽ തന്നെ എന്തുണ്ടായിരിക്കണം? 40% മാർക്ക് അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, അതായത് അല്ലാത്തവരുടെ പേപ്പർ വാല്യൂ ചെയ്യില്ല എന്നല്ല കേട്ടോ. അതായത് നമ്മുടെ ആ ഒരു ഇതിനകത്തേക്ക്, അതായത് നമ്മുടെ ആ ഒരു ക്വാളിഫയിങ് റൗണ്ട് ആണ് ആദ്യത്തെ ആ ഒരു 40% മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അത് പേപ്പർ 1-നാണെങ്കിലും വേണം, പേപ്പർ 2-ന്, രണ്ടിനും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് 40%, മിനിമം 40% മാർക്ക് മസ്റ്റ് ആയിട്ടും അതിനുണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ഇപ്പോൾ 40% മാർക്ക് അതിനകത്ത് ഈ ഒരു എക്സാമിനേഷന് ക്വാളിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ക്വാളിഫയിങ് മാർക്കായിട്ട് 40% ഉണ്ടായിരിക്കണം. അതായത് എന്താണ്, ഇപ്പൊ ഒരു 100 പേര് എഴുതി, 100 പേര് എക്സാം എഴുതിയതിന്റെ അകത്ത് ഒരു 90 പേർക്കും 40%. ഇപ്പൊ ഇത് എത്ര പേര് ഇതിനകത്ത് ക്വാളിഫൈ ആകും? 6% ആളുകളല്ലേ ഇതിനകത്ത് ക്വാളിഫൈ ആകുന്നത്. 6%, 6 to 7%. അപ്പൊ ആ ഒരു 6% ആളുകൾ ഇതിനകത്ത് ഉറപ്പായിട്ടും ക്വാളിഫൈ ആകുമെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുമോ? ഒരിക്കലും ഇല്ല അല്ലെ. ഇപ്പൊ ഒരു 10 പേര് എഴുതിയതിന്റെ അകത്ത് 6% എന്ന് പറയുമ്പോൾ എത്ര പേരാണ്? ഓക്കെ, 6% അല്ല, 10 പേരല്ല, ഒരു 100 പേര് എഴുതിയതിൽ 6% എന്ന് പറയുമ്പോഴത്തേക്കും 6 ആളുകളാണ് അല്ലെ. 6 ആളുകൾ അതിനകത്ത് മിനിമം പാസ്സായിരിക്കണം. പക്ഷേ അതിനകത്തൊരു 98 ആളുകൾക്കും, ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്, 98 ആളുകൾക്ക് 40% അല്ലെങ്കിൽ 35% കുറവാണ് മാർക്കെന്ന് എഴുതിക്കൊള്ളുക. അങ്ങനെ വരുമ്പോഴത്തേക്കും ബാക്കി 2 ആളുകൾ മാത്രമേ അതിന്റെ അകത്ത് ക്വാളിഫൈ ആവുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഒരു മിനിമം ക്വാളിഫയിങ് മാർക്ക് എങ്ങനെ പോയാലും നമ്മളവിടെ മേടിച്ചിരിക്കണം, മസ്റ്റ് ആയിട്ട് നമുക്ക് അവിടെ ഉണ്ടായിരിക്കണം. വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കേസൊന്നും അല്ല, നമുക്ക് ഈസി ആയിട്ട് തന്നെ അത് മേടിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇതിനകത്തൊക്കെ സ്ട്രാറ്റജീസ് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഓരോ ടോപ്പിക്കിലും നമ്മൾ അതനുസരിച്ച് വർക്ക്ഔട്ട് ചെയ്ത് പോയിട്ടുണ്ട് എങ്കിൽ സുഖമായിട്ട് നമുക്ക് ഈ ഒരു മാർക്കൊക്കെ മേടിക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു ക്വാളിഫയിങ് മാർക്കല്ല, നമ്മുടെ JRF-ന്റെ കട്ട് ഓഫ് മാർക്കിൽ നമുക്ക് ഇത് ചേരാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതൊന്നും ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് നിങ്ങൾ ഒരിക്കലും ഇതിനെ കാണരുത്. ഏജ് ലിമിറ്റ് ഫോർ നെറ്റ്, നോ ഏജ് ലിമിറ്റ്, ആൻഡ് ഫോർ JRF 30 years. അതായത് UGC നെറ്റ് എക്സാമിനേഷൻ ഏജ് ലിമിറ്റ് ഉണ്ടോ? ഒരിക്കലും ഇല്ല അല്ലെ. ഒരുപാട് ആളുകൾ വീണ്ടും ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നതാണ്. നെറ്റ് എക്സാമിനേഷൻ വീണ്ടും ക്വാളിഫൈ ആകുന്നവരുണ്ട്. ഇപ്പൊ ചില ആളുകളൊക്കെ ഉണ്ട് നെറ്റ് എക്സാമിനേഷൻ. ഞങ്ങളുടെ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു, അദ്ദേഹം എല്ലാവർക്കും നെറ്റ് എക്സാം പോയി എഴുതും. എന്തിനു വേണ്ടിയിട്ടാണ്? എന്തെങ്കിലും തെറ്റ് കണ്ടുപിടിക്കാം. അതായത് ഈ ഒരു എക്സാമിനേഷനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ, ആ ഒരു രീതിയിൽ ഒരു കറക്ഷൻ, ഒരു സ്പൈ എന്നുള്ള രീതിയിലൊക്കെ പോകുന്നതാണ്. അതായത് ഇതിനകത്ത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ തെറ്റുകൾ മാറ്റിയിട്ട് വീണ്ടും അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പൊ ആ ഒരു രീതിയിൽ ചെയ്യുന്ന ഒരു പ്രൊഫസർ ആയിരുന്നു. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന് നല്ല പ്രായമുണ്ട്. അപ്പം അതായത് അദ്ദേഹം എന്തായാലും നമുക്ക് ഇതിനൊരു ഏജ് ലിമിറ്റ് ഇല്ല. നെറ്റ് എക്സാമിനേഷൻ ക്വാളിഫൈ ആകുന്നതിന് ഏജ് ലിമിറ്റ് ഇല്ല എന്ന് എഴുതി നമ്മളൊരു 30 വയസ്സിൽ തന്നെ ക്വാളിഫൈ ആകണം. ഓക്കെ, കാരണം ഇപ്പൊ പറയാം, JRF-ന് 30 വർഷമായിരിക്കും കേട്ടോ. JRF ക്വാളിഫൈ ആവണമെങ്കിൽ 30 വർഷമായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇപ്പൊ എല്ലാവർക്കും ഒരു 22, 23 ആ ഒരു ഏജ് ഒക്കെ ഉണ്ടാവുമെന്ന് കരുതുന്നു, 24. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇനി ഒരു 7 വർഷം കൂടിയൊക്കെയാണ് മിനിമം നമുക്ക് ഈ ഒരു എക്സാം എഴുതുവാനായിട്ട് സാധിക്കും, മാക്സിമം. അതുപോലെ 7 എന്ന് പറയുമ്പോൾ 14 ചാൻസസ്, നമുക്ക് 14 ചാൻസസ് കൂടിയാണ് ഉള്ളത്. എന്ന് നമുക്ക് ഇത്രയും ചാൻസസ് ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ നിങ്ങൾ കരുതരുത്. നമ്മുടെ ഇത് ലാസ്റ്റ് ചാൻസ് ആണ്. എപ്പോ എക്സാം എഴുതിയാലും നമ്മുടെ ലാസ്റ്റ് ചാൻസ് ആണ് എന്നുള്ള രീതിയിൽ എഴുതണം. പിന്നെ ഇതൊരു ലാസ്റ്റ് ചാൻസ് ആട്ടോ. ജൂണിൽ വരുന്ന എക്സാമിനേഷൻ ആയിരിക്കും ഈ ഒരു സിലബസിൽ വരുന്ന ലാസ്റ്റ് ചാൻസ്. പിന്നെ വരുന്ന എക്സാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുതിയ സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ന്യൂ ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്താണ്, നമുക്ക് അതിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാണില്ല,
ഇപ്പൊ എങ്ങനെ വർക്കൗട്ട് ചെയ്യണം, ഏത് രീതി ക്വസ്റ്റ്യൻ വരുമെന്ന് നമുക്ക് അറിയില്ല, MCQs നമുക്ക് ആ രീതി വർക്കൗട്ട് ചെയ്താലും അത് പ്രാക്ടിക്കൽ ആവണമെന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 2 to 3 years കഴിഞ്ഞാൽ മാത്രമേ അങ്ങോട്ട് നമുക്കൊന്ന് ക്യാച്ച് ആയി വരാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനു മുമ്പത്തേക്ക് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, പുതിയൊരു എക്സാം അല്ലെ. പുതിയൊരു എക്സാം എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എങ്ങനെ പോയാലും നമുക്ക് PYQ വെച്ച് നമുക്കത് ചെയ്യാം എന്നുള്ള രീതി നമുക്ക് പറ്റില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഒരുപാടുണ്ട് ഒരു പുതിയ സിലബസ് വന്നു കഴിഞ്ഞാൽ. മാത്രമല്ല ഒരിക്കലും പുതിയ സിലബസ് വളരെ ഈസി രീതിയിലേക്ക് ആക്കത്തില്ല. അതിപ്പോ നമുക്ക് എപ്പോൾ നോക്കിയാലും അറിയാലോ അല്ലെ. നമുക്കൊരു പുതിയൊരു സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ട് വരുള്ളൂ. എപ്പോഴും നമ്മൾ അപ്ഡേറ്റഡ് ആവണം. ഈ ഒരു സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പഴയ സിലബസ് ആണ്. ഇപ്പൊ അപ്ഡേറ്റ് ആവേണ്ട ഒരു ടൈം ആയിട്ടുണ്ട്. എങ്കിൽ പോലും എന്താണ്, നമുക്കിപ്പം നമ്മളൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് PYQs നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. ഒരുപാട് രീതിയിൽ ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നതൊക്കെ നമുക്കറിയാം. അത് നമ്മുടെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ആ ഒരു അഡ്വാൻറ്റേജ് വിനിയോഗിച്ച് നമ്മുടെ ലാസ്റ്റ് എക്സാം ആണ് എന്നുള്ള രീതിയിൽ ഇനി വരാൻ പോകുന്ന എക്സാം നിങ്ങൾ എല്ലാവരും എഴുതുക. ഓക്കെ. ഇപ്പം റിലാക്സേഷൻ ഫോർ റിസർവ്ഡ് കാറ്റഗറീസിന് ഇതിനകത്ത് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം അതായത് ഞാൻ 30 വയസ്സിൽ താഴെ നെറ്റ് ക്വാളിഫൈ ആകണമെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്, നമ്മളിതൊരു കരിയർ ഓപ്പർച്യൂണിറ്റി എന്നുള്ള രീതിയിലല്ലേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം JRF അല്ല എങ്കിലും നെറ്റ് ആണ് എങ്കിൽ പോലും എന്താണ്, 30 വയസ്സിന് മുമ്പ് ക്വാളിഫൈ ആയില്ല എങ്കിലും നമ്മുടെ ഒരു ഓപ്പർച്യൂണിറ്റീസ് എല്ലാം നഷ്ടപ്പെടുകയാണ്. പിന്നെ നമ്മൾ ഒരു 35-ആം വയസ്സിൽ 40-ആം വയസ്സിൽ ക്വാളിഫൈ ക്വാളിഫൈ ആവുന്നത് വളരെ നല്ലതാണ്, മികച്ചതാണ്. എങ്കിൽ പോലും എന്താണ്, നമുക്കൊരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു സാധ്യത പിന്നീട് അവിടെ നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷനിലോട്ട് വരും. ഓക്കെ. ഇപ്പം ഒരു നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു അധ്യാപകർക്ക് ഇപ്പോഴും നല്ലൊരു ഡിമാൻഡ് ഉള്ള ഒരു കാര്യമാണ്. ഓക്കെ. ഇപ്പൊ ഒരു കോളേജുകളിലാണെങ്കിലും അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി സ്കൂളുകളിലാണെങ്കിലും നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു നമുക്കിപ്പം പെർമനന്റ് ആകാനായിട്ട് സാധിച്ചില്ല എങ്കിൽ പോലും എന്താണ്, ഇപ്പൊ ഒരു ടെമ്പററി അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് ബേസിൽ ഗസ്റ്റ് ബേസിസിൽ കയറിയാൽ പോലും വളരെ ഉയർന്ന സാലറിയിൽ തന്നെ നമുക്ക് അവിടെ നല്ല രീതിയിൽ ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നിലവിൽ എന്തിനുണ്ട്, UGC നെറ്റിനാണെങ്കിൽ പോലും ഉണ്ട്. ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്യാതെ വേസ്റ്റ് ആക്കാതിരിക്കുക. ഓക്കെ. ഇനി ആപ്ലിക്കേഷൻ ഫീ 1150 രൂപ, 1150. ജനറൽ കാറ്റഗറിക്ക് 1150 രൂപയും EWS അല്ലെങ്കിൽ OBC കാറ്റഗറിക്ക് 600 രൂപയും അതുപോലെ SC ST ആൻഡ് PWD കാറ്റഗറിക്ക് 325 രൂപയുമാണ്. ഓക്കെ. അപ്പൊ അത്ര ചെറിയ ആപ്ലിക്കേഷൻ ഫീ അല്ല. നമ്മളിപ്പോ ഒരു നെറ്റ് എക്സാം എഴുതി കഴിഞ്ഞാൽ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് ഫീസ് ഇതിനകത്ത് വരുന്നുണ്ട്. എന്തൊക്കെ വരുന്നുണ്ട്, നമുക്ക് ആപ്ലിക്കേഷൻ ഫീ വരുന്നുണ്ട്, നമ്മുടെ ഒരു ട്രാവലിംഗ് അത് എഴുതാനായിട്ട് പോകുന്ന ആ ഒരു ഫീ, ഒരു ടൈം അല്ലെങ്കിൽ ആ ദിവസത്തെ ഫീ വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, കോച്ചിങ്ങിനൊക്കെ ജോയിൻ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ഫീ അതിനും വരുന്നുണ്ട്. സ്റ്റഡി മെറ്റീരിയൽസ് യൂസ് ചെയ്യുമ്പോൾ അതിന് ഫീ വരുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്, ഒരുപാട് എഫേർട്ട് ഇതിനകത്ത് വരുന്നുണ്ട്. അതിപ്പോ സാമ്പത്തികമായിട്ടായിക്കോട്ടെ, നമ്മുടെ ബൗദ്ധികമായിട്ടായിക്കോട്ടെ, കായികമായിട്ടായിക്കോട്ടെ, ഏത് രീതിയിൽ എടുത്തു കഴിഞ്ഞാലും ഒരുപാട് എഫേർട്സ് ഇതിനകത്ത് നമ്മൾ ഇൻവോൾവ് ആക്കുന്നതാണ്. ഓക്കെ. ഒരു ചെറിയൊരു കാര്യമല്ല. അപ്പൊ നമ്മൾ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ഇത് ക്വാളിഫൈ ആകാനായിട്ട് സാധിക്കും. ഇപ്പൊ എന്റെ ഒരു പേഴ്സണൽ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ നെറ്റ് ക്വാളിഫൈഡ് ആയതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഒരുപാട് മേഖലകളിൽ എനിക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണ്. ഓക്കെ. ഇപ്പം കോളേജ് വർക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ കോച്ചിങ് റിലേറ്റഡ് ആയിട്ട് എനിക്ക് ഒരുപാട് നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ നമുക്ക് എന്താണ്, നമുക്ക് എവിടെയും നമുക്കൊരു ഏത് ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും നമുക്ക് ഗസ്റ്റ് ലെക്ചറർ ആയിട്ടാണെങ്കിൽ പോലും നമുക്ക് ഈസി ആയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സിറ്റുവേഷൻ, നല്ലൊരു സിറ്റുവേഷൻ അവിടെ തുറന്നു കിട്ടുന്നു. നമുക്ക് വലിയൊരു വാതായനം ആണ് നമുക്ക് ഇവിടെ തുറന്നു കിട്ടുക. ഓക്കെ. നെറ്റ് ക്വാളിഫൈ ആകുന്നത് വഴി. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു എമൗണ്ട്, നമുക്കിപ്പോ എന്താ എക്സാം ആണെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരുപാട് കുറച്ച് സാമ്പത്തികമായിട്ടുള്ള ഒരു എഫേർട്ടുകൾ നമ്മൾ ഇടേണ്ടതായിട്ട് വരും അല്ലെ. ഒരിക്കലും ഫ്രീ ആയിട്ട് നമുക്ക് കയറാനായിട്ട് പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഇല്ല ഇന്നത്തെ സാഹചര്യത്തിൽ. അപ്പൊ അങ്ങനെ സാഹചര്യത്തിൽ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു എമൗണ്ട് ഒക്കെ സ്പെൻഡ് ചെയ്ത് കയറി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതിനകത്ത് ക്വാളിഫൈ ആകണം. ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ക്വാളിഫൈ ആകാനായിട്ട് സാധിക്കണം. പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന ആളുകൾക്ക് ക്വാളിഫൈ ആകാനായിട്ട് സാധിക്കുകയാണെങ്കിൽ അത്രത്തോളം നല്ലത്. ഓക്കെ. ഏറ്റവും കൂടുതൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ക്വാളിഫൈ ആകാനായിട്ട് സാധിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പം ആ ഒരു കാര്യങ്ങൾ അറിയാം. അതുപോലെ തന്നെ അത് വളരെ മികച്ച അഡ്വാൻറ്റേജസ് പിന്നീട് നമുക്ക് ലഭിക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടി വരുന്നു. പഠിച്ചിറങ്ങുന്നതേ തന്നെ നമുക്ക് ജോലിക്ക് കയറാം. അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഒരു PG കംപ്ലീറ്റ് ചെയ്തിട്ട് ഇറങ്ങുന്നു, ആ കോളേജിൽ തന്നെ അവർ നമ്മളെ ഇൻവൈറ്റ് ചെയ്യും. അപ്പൊ നമ്മുടെ ജൂനിയേഴ്സിനെയൊക്കെ നമുക്ക് പഠിപ്പിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. നമ്മളെ എടാ പോടാന്ന് വിളിച്ചുകൊണ്ടിരുന്ന ആളുകളെ കൊണ്ടൊക്കെ നമുക്ക് അവരെ നമ്മൾ എന്തെന്ന് വിളിക്കും, സാറിന് വിളിക്കുന്ന ഒരു സിറ്റുവേഷൻ വരും. ഇപ്പൊ ചിലപ്പോൾ നമ്മളെക്കാളൊക്കെ ഏജ് കൂടിയിട്ടുള്ള ആളുകളൊക്കെ ആയിരിക്കും നമ്മുടെ ജൂനിയേഴ്സ് ഒക്കെ ആയിട്ടും ചിലപ്പോൾ ഒക്കെ വരിക. എങ്കിൽ പോലും എന്താണ്, അവരൊക്കെ ഞാനിതൊരു ഇതായിട്ട് പറഞ്ഞതാ കേട്ടോ, ഒരിക്കലും ആ രീതി നിങ്ങൾ ചിന്തിക്കരുത്. അതായത് എന്താണ്, നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു സ്റ്റാറ്റസ്, നമ്മുടെ ഒരു സ്റ്റാറ്റസ് അവിടെ ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട്, ഇൻക്രീസ് ചെയ്യുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അവിടെ ലഭിക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണാം.
ഓക്കെ, ഇപ്പൊ JRF ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ പോലും അങ്ങനെയാണ്. നമുക്ക് ആ ഒരു മിക്ക കോളേജുകളിലെ ഒരു PG ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും. ആ ഒരു റിസർച്ച് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ നമ്മുടെ സ്വന്തം ടീച്ചേഴ്സ് ഗൈഡ് ആയിട്ട് ഉള്ള രീതിയിൽ തന്നെ ജോയിൻ ചെയ്യാനായിട്ട് പറ്റുന്ന സിറ്റുവേഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള സർവകലാശാലകളിൽ ഇപ്പൊ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ഓരോ കോളേജുകളിലൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഓരോ യൂണിവേഴ്സിറ്റീസിൽ നമുക്ക് റിസർച്ചിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അത് മാത്രമല്ല, ഇപ്പൊ നിങ്ങളൊരു 22 വയസ്സിൽ PG കംപ്ലീറ്റ് ചെയ്ത, 23 വയസ്സിൽ PG കംപ്ലീറ്റ് ചെയ്ത 28ാം വയസ്സോട് കൂടി PhD കൂടി കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങാനായിട്ട് സാധിക്കും. ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് ജോലിയിലേക്കും നല്ലൊരു പെർമനന്റ് പൊസിഷനിലേക്ക് തന്നെ എത്തിച്ചേരുവാനായിട്ട് സാധിക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടി അവിടെ നമുക്ക് കിട്ടുന്നതാണ്. അടുത്തതിന്റെ എലിജിബിലിറ്റി. എങ്ങനെയാണ് ഇതിന്റെ എലിജിബിലിറ്റി വരിക? അപ്പൊ നമ്മള് PG പാസ് എത്ര ശതമാനത്തോടു കൂടി? 55% കൂടി PG പാസ് ആയിരിക്കണം. അത് എല്ലാവർക്കും ലഭിക്കുന്നതാണ്. PG അവരുടെ 55% മാർക്ക് ഒരു മിനിമം പാസ് മാർക്കിൽ തന്നെ എല്ലാവർക്കും ഒരു 55% മാർക്ക് ലഭിക്കും. ജനറൽ കാറ്റഗറിയിൽ. അതുപോലെ തന്നെ റിസർവ്ഡ് കാറ്റഗറി ആണെങ്കിൽ 50%, ഒരു പകുതി മാർക്കോളം ഒക്കെ മതിയാവും PG കംപ്ലീറ്റ് ചെയ്താൽ. PG കംപ്ലീറ്റ് ചെയ്യാൻ ഇത്രത്തോളം മാർക്ക് മതിയാവും. പിന്നെ പെർസ്യൂവിങ് PG, അടുത്താണ് ഏറ്റവും നമ്മുടെ ഒരു ക്യാച്ചി ആയിട്ടുള്ള ഒരു കാര്യം. പെർസ്യൂവിങ് PG ഇപ്പൊ ഫസ്റ്റ് ഇയറിലാണെങ്കിൽ പോലും PG പെർസ്യൂ ചെയ്യുന്നവർക്ക് എന്താണ് UGC നെറ്റ് എക്സാമിനേഷൻ പാസ്സാവുന്നതാണ്. പക്ഷെ എന്ത് ലഭിക്കണം? 2 വർഷത്തിനുള്ളിൽ നമുക്ക് നെറ്റ് ക്ലിയർ ആയിട്ട്, അല്ലെങ്കിൽ നെറ്റ് ക്ലിയർ ആകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ട് വരുന്ന ദിവസമായിരിക്കും. ആ ഒരു സർട്ടിഫിക്കറ്റ് ഡേറ്റ് ആയിട്ട് നമ്മളിവിടെ കൺസിഡർ ചെയ്യുക. ആ ഒരു സർട്ടിഫിക്കറ്റ് ഡേറ്റിൽ നിന്നും 2 ഇയറിനുള്ളിൽ 2 വർഷത്തിനുള്ളിൽ നമുക്ക് എന്ത് ലഭിച്ചിരിക്കണം? PG കംപ്ലീറ്റ് ആയിരിക്കണം. സർട്ടിഫിക്കറ്റ് ലഭിച്ചില്ല എങ്കിൽ പോലും PGയുടെ ഫൈനൽ റിസൾട്ട് വന്നിരിക്കണം. സർട്ടിഫിക്കറ്റ് ലഭിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PGയുടെ സർട്ടിഫിക്കറ്റ് പബ്ലിഷ് ആവുക എന്നുള്ള ഒരു കാര്യം മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. അപ്പൊ നമ്മുടെ PG പാസ് ആകുന്ന ആ ഒരു ഡേറ്റിൽ നിന്ന്, അല്ലെങ്കിൽ നെറ്റ് ക്വാളിഫൈ ആകുന്ന ഡേറ്റിൽ നിന്ന് 2 വർഷത്തിന് ഇപ്പോൾ നമ്മൾ PG പാസ് ആയിരിക്കണം. അങ്ങനെ വരുമ്പോഴത്തേക്കും സപ്ലിമെന്ററി എക്സാമിനേഷൻ അല്ലെങ്കിൽ സപ്ലി ഒന്നും വരാതിരിക്കുക. ഓക്കെ, ഫെയിലിയർ വരെ ഇയർ ബാക്ക് വരാതിരിക്കുക, അല്ലെങ്കിൽ സെംബ്രേക്ക് അല്ലെങ്കിൽ സെംബാക്ക് വരാതിരിക്കുക. അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറിയ ബുദ്ധിമുട്ട് വരും. എങ്കിൽ പോലും ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെ ഇഷ്യൂ വരില്ല. ഫസ്റ്റ് സെം ആണെങ്കിലും സെക്കൻഡ് സെമ്മിലൊക്കെ ആണെങ്കിലും ചെറിയ സപ്ലിമെന്ററി ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ക്വാളിഫൈ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ ഇൻ കേസ് നിങ്ങൾക്ക് ഒരു സപ്ലിമെന്ററി വന്നു എന്ന് പറഞ്ഞ് നമുക്ക് അതൊരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ നിങ്ങൾ അതിനകത്ത് സങ്കടപ്പെടേണ്ട ഒരു കാര്യമൊന്നും അല്ല. നമ്മുടേതല്ലാത്ത ഇഷ്യൂ കൊണ്ടൊക്കെ ഒരുപാട് പേർക്ക് സപ്ലിമെന്ററി വരാറുണ്ട്. നന്നായിട്ട് പഠിക്കുന്ന, ഇപ്പൊ ഇതുപോലെ എനിക്കൊരു എന്റെ ഒരു സീനിയർ ആയിട്ട് പഠിച്ച ഒരാളെ എനിക്കറിയാം. കാരണം എന്താണ്, അദ്ദേഹത്തിന് ഇതുപോലെ നെറ്റ് ക്വാളിഫൈഡ് ആയി. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി സപ്ലി വന്നു, ഒരു കൂട്ടത്തോൽവി എന്നുള്ള രീതിയിലായിരുന്നു. അതായത് പേപ്പർ വാരി ചെയ്തതിന്റെ ഒരു മിസ്റ്റേക്ക് വന്നതാണ്. പിന്നെ അത് റിവാലുവേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല മാർക്കായി, റാങ്കിന് അടുത്തുള്ള മാർക്കായി. ഓക്കെ, എങ്കിൽ പോലും എന്താണ്, നമുക്ക് ചില സിറ്റുവേഷനുകളിലൊക്കെ ഇങ്ങനെ ഒരു രീതി വരും. വാല്യൂഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ വന്നിരിക്കുക. എങ്കിൽ പോലും നിങ്ങൾ അതിനകത്ത് വറി ചെയ്യേണ്ടതായിട്ടില്ല. ഓക്കെ, അതും ഈ ഒരു സമയത്തോട് ഇപ്പൊക്കെ എല്ലാം ഫാസ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്ത് റെഡിയാക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ആ ഒരു രീതി നോക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് 2 വർഷമാണ് ഇതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. പിന്നെ ഫസ്റ്റ് ഇയറിലൊക്കെ ജോയിൻ ചെയ്ത കുട്ടികൾക്ക് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വന്നേക്കാം. ഫസ്റ്റ് സെമ്മിലുള്ള കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ എഫേർട്ട് എടുക്കേണ്ടതായിട്ട് വരും. പക്ഷെ ഒരു 3rd സെം 4th സെം ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വലിയ എഫേർട്ട് എടുക്കേണ്ടതായിട്ടില്ല. കാരണം അവരെ കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട്. PG പഠിക്കുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, കൊമേഴ്സ് ഒക്കെ ആയിട്ട് സംബന്ധിച്ച് വരുമ്പോഴത്തേക്കും ഒരുപാട് കാര്യങ്ങൾ, ഡിഗ്രി പഠിച്ചതിനേക്കാൾ ഉപരിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. PG റിലേറ്റഡ് ടോപ്പിക്സിന്റെ അകത്ത് വരുന്നുണ്ട്. അപ്പം ആ ഒരു PG റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചുവെങ്കിൽ മാത്രമേ നമുക്ക് കുറച്ചും കൂടെ, അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ നല്ല രീതിയിൽ ഒരു പ്രോപ്പർ കോച്ചിങ്, ഓക്കെ, ക്രിസ്റ്റലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ നല്ലൊരു രീതിയിലുള്ള ഒരു കോച്ചിങ് നിങ്ങൾക്ക് ഉണ്ടായെങ്കിൽ പ്രോപ്പർ ആയിട്ട് തന്നെ നമുക്ക് അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് സിലബസ് ടോപ്പിക് ആയിട്ട് തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് പഠിക്കുവാനായിട്ട് സാധിക്കും. ഓക്കെ, അല്ലെങ്കിൽ സെൽഫ് ലേണിംഗ് ആയിട്ടാണെങ്കിലും അതനുസരിച്ച് എഫേർട്ട് ഇടേണ്ടതായിട്ട് വരും ഫസ്റ്റ് ഇയർ ആയിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക്. പക്ഷേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഇയറിൽ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ ഗുണം എന്താണ്, നമ്മൾ അത്രത്തോളം അതിനകത്ത് പ്രൊഫിഷ്യന്റ് ആയല്ലേ. ഏറ്റവും നല്ലത് ഫസ്റ്റ് സെമ്മിൽ തന്നെ, അല്ലെങ്കിൽ ഫസ്റ്റ് സെമ്മിൽ എക്സാം വരുന്നത് എപ്പോഴാണോ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ക്വാളിഫൈ ആകുന്നതാണ്. അങ്ങനെ നമ്മൾ അത്രത്തോളം പ്രൊഫിഷ്യന്റ് ആവുകയും ഒരു നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ എന്നുള്ള വരുമ്പോഴത്തേക്കും നമുക്കൊരു കോൺഫിഡൻസ് വർദ്ധിക്കുകയും നമ്മുടെ കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനായിട്ടുള്ള ഒരു ആത്മവിശ്വാസം വർദ്ധിക്കുകയൊക്കെ ചെയ്യും. കാരണം നമുക്കൊരു ജോബ് ഉറപ്പാണ്. അതായത് പെർമനന്റ് അല്ലെങ്കിൽ പോലും നമുക്ക് എന്താണ്, ഒരു ജോബ് നമുക്ക് ഇൻഷുർഡ് ആയിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ നിലവിലെ സാഹചര്യത്തിൽ. ഓക്കെ, പിന്നീടുള്ള സാഹചര്യം നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയില്ല. നിലവിലെ സാഹചര്യത്തിൽ അതിനകത്തൊരു ജോബ് അഷുറൻസ് നമുക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. കാരണം എന്താണ്, നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ കുറവാണ്. ഒരു കോളേജിൽ ഒരു ഇന്റർവ്യൂ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളല്ല വരുന്നത് നിലവിൽ. അപ്പം അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ എന്താണ്, നമുക്കൊരു ജോബിലോട്ട് നമുക്ക് ഈസി ആയിട്ട് എൻ്റർ ചെയ്യാവുന്നതാണ്. നല്ലൊരു ജോബ് എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പം ഇത്രയാണ് ഇതിന്റെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് കാണുക. ഇനിയാണ് നമ്മൾ ഏറ്റവും മെയിൻ പാർട്ട്, ബെനിഫിറ്റ്സ് ഓഫ് UGC നെറ്റ്. UGC നെറ്റ് ക്വാളിഫൈ ആകുന്നത് വഴി നമുക്ക് ലഭിക്കുന്ന ബെനിഫിറ്റുകളാണ്. നമുക്ക് എന്തൊക്കെ പ്രയോജനങ്ങളാണ് UGC നെറ്റ് ക്വാളിഫൈ ആകുക വഴി നമുക്ക് ലഭിക്കുന്നതെന്നാണ് നമ്മളിവിടെ കാണുവാനായിട്ട് പോവുക.
ആദ്യത്തേതാണ് എലിജിബിൾ ഫോർ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ യൂണിവേഴ്സിറ്റീസ് ആൻഡ് അഫിലിയേറ്റഡ് കോളേജസ്. ആദ്യത്തേതാണ് അസിസ്റ്റന്റ് പ്രൊഫസർ ആകുവാനായിട്ടുള്ള മിനിമം എലിജിബിലിറ്റി ആണ് UGC NET എന്ന് നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പം അത് എവിടെയൊക്കെയാണ്? യൂണിവേഴ്സിറ്റീസിലുണ്ട്, അതുപോലെ തന്നെ അഫിലിയേറ്റഡ് കോളേജസിലുണ്ട്. അപ്പൊ നേരത്തെ നിങ്ങളൊരു നോട്ടിഫിക്കേഷൻ കണ്ടായിരുന്നു എന്ന് കരുതുന്നു. അതായത് ജൂലൈ 1, 2023 മുതൽ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റുകളിൽ അധ്യാപകരായിട്ട് നിയമിതരാകണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? PhD നിർബന്ധമാക്കും എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ നേരത്തെ വന്നിരുന്നു. വന്നിട്ട് അത് ഈ ഒരു ടൈം കഴിഞ്ഞ ഒരു വർഷം ഒക്കെ ആയിട്ട് അത് ഒരു ഓഗസ്റ്റ് മാസത്തോടു കൂടി, ജൂലൈ മാസത്തോടു കൂടി ആ ഒരു നോട്ടിഫിക്കേഷൻ പിൻവലിക്കുകയും UGC NET മാത്രം മതി, ഒരു മിനിമം ക്വാളിഫിക്കേഷൻ ആയിട്ട് UGC NET മാത്രം മതി എന്ന് വരുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നിരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്താണ്? നിലവിൽ എന്ത് മാത്രം മതി? UGC NET മാത്രം മതി എന്ന് കരുതി അതൊരു മിനിമം ക്വാളിഫിക്കേഷൻ ആട്ടോ ആവുന്നത്. എന്ന് കരുതി ഞാൻ UGC NET പാസ്സായതാണ്, എനിക്ക് ഈ ഒരു കോളേജിൽ പ്രൊഫസറായിട്ട് അഡ്മിഷൻ വേണം, അല്ലെങ്കിൽ പ്രൊഫസറായിട്ട് എനിക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കണമെന്ന് പറയാനായിട്ട് നമുക്ക് പറ്റിയില്ല. അതൊരു മിനിമം ക്വാളിഫയിങ് ആണ്, മിനിമം ക്രൈറ്റീരിയ ആണ്. അതായത് UGC NET ഉള്ള ഒരാളെ വേണമെങ്കിൽ അവിടെ പ്രൊഫസറായിട്ട് അല്ലെങ്കിൽ ഒരു പെർമനന്റ് പ്രൊഫസറായിട്ട് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. അതായത് മറ്റ് ആസ്പിരൻസ് ഇല്ല എങ്കിൽ, ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾ ഇല്ല എങ്കിൽ പെർമനന്റ് പോസ്റ്റിംഗ് അവിടെ പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ UGC NET ഉള്ള ഒരാളില്ല, ആരും UGC NET പോലും ഉള്ള ഒരാളില്ല എന്ന് കരുതി PG പാസ്സായ ഒരാളെ അവിടെ പെർമനന്റ് പോസ്റ്റിംഗിലേക്ക് ചെയ്യാനായിട്ട് പറ്റുമോ? ഒരിക്കലും ഇല്ല. ടെമ്പററി ആയിട്ട് എടുക്കാം, എങ്കിൽ പോലും എന്താണ്, പെർമനന്റ് പോസ്റ്റിംഗിലേക്ക് വേണമെങ്കിൽ മിനിമം നെറ്റ് എങ്കിലും ക്വാളിഫൈ ആയിരിക്കണം, മസ്റ്റ് ആയിട്ട് അവിടെ നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളായിരിക്കണം എന്നുള്ളൊരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ PhD ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് അതിൻ്റെ അകത്തുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, നെറ്റുള്ള ആളുകൾക്കെല്ലാം കോളേജുകളിൽ ഗസ്റ്റ് പ്രൊഫസറായിട്ട് അവിടെ ജോയിൻ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ് എന്ന് കരുതി നമുക്ക്, ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഇന്റർവ്യൂ വരികയാണ്. ഇന്റർവ്യൂ വരുമ്പോഴത്തേക്കും ഒരു ഞാൻ നെറ്റ് ക്വാളിഫൈഡ് ആയി എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് മാത്രമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പെർമനന്റ് പോസ്റ്റിംഗ് കിട്ടും? ഒരിക്കലും ഇല്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് അവിടെ JRF ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾ കാണും, അവർക്ക് മുൻഗണന ലഭിക്കും. അതുപോലെ തന്നെ ഒരുപാട് ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് മുൻഗണന ഉണ്ടാവും. അതുപോലെ തന്നെ പേപ്പർ പ്രസന്റേഷൻസ് ഒരുപാടുണ്ടെങ്കിൽ, ആർട്ടിക്കിൾസ്, അതുപോലെ തന്നെ ജേർണൽസ് ഒരുപാടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് മുൻഗണന ഉണ്ടാവും. പിന്നെ PhD ഏറ്റവും ടോപ്പിൽ വരുന്നതാണ്. PhD ഉണ്ട ഒരാൾക്ക് അവിടെ ഫർദർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് അവിടെ PhD ഉള്ള ഒരാൾക്കും ഉണ്ടാവും. അതിനും ടോപ്പിലാണ് എന്ത് വരിക? JRF വിത്ത് PhD, ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പിനോട് കൂടി PhD നേടിയ ഒരാൾക്ക് അവിടെ അതിനും മുൻഗണന ലഭിക്കും. പിന്നെ PDF പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പ് അവിടെ ഉള്ളവർക്ക് അതിന് ആ രീതിയിലുള്ള ഒരു മുൻഗണന. എങ്കിലും അതിന് മുകളിലോട്ട് പോകുന്നില്ല. നിലവിലെ ഒരു സിറ്റുവേഷനിൽ PhD ആണ് ഏറ്റവും ടോപ്പിൽ വരുന്നത്, അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ അഡീഷണൽ പോയിന്റ്സ്. അതോടൊപ്പം തന്നെ അവരുടെ എത്രത്തോളം ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്തു, അതുപോലെ തന്നെ എത്ര പേപ്പർ പ്രസന്റേഷൻ നടത്തി എന്നുള്ള കാര്യങ്ങൾക്ക് അവിടെ അഡീഷണൽ ആയിട്ടുള്ള പോയിന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്തിനു വേണ്ടിയിട്ട്? പെർമനന്റ് പോസ്റ്റിംഗ്. ഓക്കെ, നിങ്ങൾ ആ ഒരു ഗസ്റ്റ് പോസ്റ്റിങ്ങിനേക്കാളും പെർമനന്റ് പോസ്റ്റിങ്ങിനാണ് ഏറ്റവും കൂടുതൽ ഇവിടെ കൺസിഡർ ചെയ്യുക. അങ്ങനെ വരുമ്പോഴത്തേക്കും പെർമനന്റ് ആയിട്ട് ഒരു കോളേജ് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി ഇന്റർവ്യൂ ബേസിൽ മാനേജ്മെന്റ് കോളേജിൽ ജോയിൻ ചെയ്യുന്ന കാര്യങ്ങളാണ് പറഞ്ഞു. അപ്പൊ അവിടെ വരുമ്പോഴത്തേക്കും ചെറിയ ഡൊണേഷന്റെ കാര്യങ്ങളൊക്കെ മറ്റു രീതി വരുന്നുണ്ട്. അത് അവിടെ കൺസിഡർ ചെയ്യേണ്ടതായിട്ടില്ല, എല്ലാ കോളേജുകളിലും അത് വരുന്നില്ല. എങ്കിലും ഒരു മാനേജ്മെന്റിൽ നമുക്ക് ഒരു അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ ഈ രീതിയിലാണ് വരിക. പിന്നെ നെക്സ്റ്റ് വൺ, ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണ്? PSC വഴി നമുക്ക് ജോലിക്ക് ജോയിൻ ചെയ്യാം അല്ലെ. ഇപ്പൊ PSC വഴി ജോലി കിട്ടണമെങ്കിൽ ജസ്റ്റ് ഈ ഒരു UGC NET മാത്രം മതി. മറ്റ് JRF ഉള്ളവർക്കില്ല, PhD ഉള്ളവർക്ക് അവിടെ, അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഉള്ളവർക്ക് അവിടെ അഡീഷണൽ പോയിന്റ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ജസ്റ്റ് ഒരു അഡീഷണൽ പോയിന്റ് ആണ്. നമുക്ക് അവരെ ആ ഒരു രീതി അതും കൂടെ കൂട്ടി നമുക്ക് ഈ ഒരു റിട്ടേൺ എക്സാമിനേഷനിലും ഇന്റർവ്യൂവിലും നമുക്ക് നേടുവാനായിട്ട് സാധിക്കുകയാണ് എങ്കിൽ നമുക്ക് എന്ത് മാത്രം മതി? നെറ്റ് മാത്രം മതി. നിങ്ങളുടെ കയ്യിൽ നെറ്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഒരു കോളേജ് പ്രൊഫസർ ആകാനായിട്ട് പറ്റും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി PSC വിളിക്കുന്നത് 10 വർഷത്തിലൊരിക്കലൊക്കെയാണ്. അതിന്റെ വേക്കൻസീസ് വളരെ കുറവാണ്. അങ്ങനെയുള്ള ഒരു പ്രോബ്ലംസ് ഉണ്ട്. പക്ഷേ നിലവിലൊരു സിറ്റുവേഷനിൽ മറ്റൊരു UGC ഒക്കെ ഇറക്കിയിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം ഒരുപാട് ടീച്ചിങ് വേക്കൻസീസ്, അപ്പൊ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, നമ്മുടെ കേരളത്തിന് പുറത്തോട്ട് ഒരുപാട് വേക്കൻസീസ് ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. മറ്റ് യൂണിവേഴ്സിറ്റികളിലായിക്കോട്ടെ, മറ്റു കോളേജുകളിലൊക്കെ ആയിട്ട് ഒരുപാട് വേക്കൻസീസ് വരുന്നുണ്ട്. ആ ഒരു വേക്കൻസീസിലേക്ക് എല്ലാത്തിലേക്കും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അത് വീണ്ടും അത് വേക്കൻസീസ് ഒക്കെ റിപ്പോർട്ട് ചെയ്ത് അതൊക്കെ ഒരു റിക്രൂട്ട്മെന്റ് ആയിട്ട് ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു വേക്കൻസിയാണ് നമ്മുടെ മുമ്പിലേക്ക് തുറന്നു കിട്ടുക. അതെല്ലാം നമുക്ക് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പെർമനന്റ് പ്രൊഫസർ ആയിട്ട് തന്നെ, ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് തന്നെ നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് നമ്മൾ നെറ്റ് ക്വാളിഫൈ ആയിട്ട് വെറുതെ ഇരുന്നാൽ മാത്രം മതിയോ? JRF വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ആ ഒരു JRF ട്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ ആർട്ടിക്കിൾസ്, തീസിസ്, അതുപോലെ തന്നെ ജേർണൽസ്, പേപ്പർ പ്രസന്റേഷൻസ്, നാഷണൽ സെമിനാർസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം കൂടുതൽ അറ്റൻഡ് ചെയ്യുകയും ഈ ഒരു കാര്യങ്ങളും കൂടെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക.
ഹാർഡ് വർക്ക് ചെയ്യുക. ഓക്കെ, ആ രീതിയിൽ എങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്തേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അതോടൊപ്പം തന്നെ മറ്റ് എക്സാമുകൾക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഞാൻ ഒരിക്കലും അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിനേഷനിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, അതായത് നമ്മുടെ ഒരു എയിമാണ് നിങ്ങളുടെ പ്രോപ്പർ എയിമിലോട്ട് വർക്ക് ചെയ്യുന്ന ആൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു എയിം ഉണ്ടായിരിക്കണം എന്ന് കരുതി എന്താണ് മറ്റ് എക്സാമുകൾ ഒന്നും എഴുതരുതെന്ന് പറയുന്നില്ല. മറ്റ് എക്സാമുകൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾ കാണും, അവർ അതും കൂടി ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കുന്നവരെ അതും കൂടെ ഫോക്കസ് ചെയ്ത് പോവുക. ഓക്കെ, എല്ലാ ജോലികൾക്കും അതിൻ്റെതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്, എല്ലാം നല്ല ജോലികളാണ്. ആ ഒരു ജോലികൾ നിങ്ങളുടെ ഒരു ഡ്രീം ജോബ്, നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു ഡ്രീം ജോബ് എന്ന് പറയുമ്പോൾ ടീച്ചിങ് തന്നെയായിരിക്കും. ഒരു ഗവൺമെന്റ് സെക്ടറിലാണ് ഞാൻ വർക്ക് ചെയ്യുക. അപ്പൊ എനിക്ക് ജോബ് കിട്ടി, ഞാൻ ജോബ് കിട്ടിയപ്പോഴത്തേക്ക് അത് ഞാൻ വേണ്ട എന്ന് വെച്ചില്ല, ഞാൻ അതോടൊപ്പം തന്നെ പ്രിപ്പറേഷൻസും മുന്നോട്ട് കൊണ്ടുപോകുന്നു, ആ ഒരു ജോബും മുന്നോട്ട് കൊണ്ടുപോകുന്നു, രണ്ടും കൂടി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു. ആ രീതിയിൽ നിങ്ങൾക്ക് ഒരു ജോബ് കിട്ടുകയാണ്, നല്ലൊരു ജോബ് കിട്ടുകയാണെങ്കിൽ അതൊരിക്കലും ഒഴിവാക്കേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുന്നില്ല. അതോടൊപ്പം തന്നെ നിങ്ങൾ പ്രിപ്പറേഷൻസും മുന്നോട്ട് കൊണ്ടുപോകുക. ഓക്കെ, പ്രിഫറൻസ് ഇൻ HSSC എക്സാമിനേഷൻ ആൻഡ് അതർ ടീച്ചിങ് എക്സാമിനേഷൻസ്. എല്ലാ ടീച്ചിങ് എക്സാമിനേഷൻസിലും നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികൾക്കായിരിക്കും മുൻഗണന. ഇപ്പോൾ HSSC എക്സാം ഇപ്പോൾ കേരളത്തിലെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ കേരളത്തിലെ സ്ഥിതിവിശേഷം അനുസരിച്ച് സെറ്റ് ക്വാളിഫൈഡ് ആകുന്നവരാണ് HSSC ആവുക. കൊമേഴ്സ് ആയതുകൊണ്ട് തന്നെ കേറ്ററ്റിലോട്ട് നിങ്ങൾ പോകേണ്ടതായിട്ടില്ല കേട്ടോ. ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ ഹൈസ്കൂൾ സെക്ഷനിലോട്ട് നമുക്ക് പഠിപ്പിക്കാനായിട്ടുള്ള ഒരു സാധ്യത ഉള്ളതല്ല. ആ ഒരു ഉണ്ടായിരുന്ന സാധ്യതകൾ കൂടി ഇല്ലാതായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം നമുക്ക് ഹൈസ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് സാധിക്കില്ല, HSSC ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ മാത്രമേ നമുക്ക് പഠിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അവരുടെ ഒരു ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു? സെറ്റ് പാസ്സാവുക എന്നുള്ളതായിരുന്നു. ഇപ്പൊ കുറെ കുട്ടികൾക്ക് സെറ്റ് പാസ്സായിട്ടുണ്ടാവാം, വളരെ നല്ല ഒരു കാര്യം തന്നെയാണ്. ഇന്നലെയാണ് സെറ്റിന്റെ റിസൾട്ട് വന്നത്, ഇന്നലേക്ക് കുറെ പേര് ഇതിനകത്ത് പാസ്സായിട്ടുണ്ടാവാം. അപ്പം സെറ്റ് പാസ്സായി കഴിഞ്ഞിരിക്കുന്ന കുട്ടികൾ അതും കൂടെ നെറ്റിന് പ്രിപ്പയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ BEd കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം BEd കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരിക്കണം. PG മാത്രം ഇപ്പം കോളേജിൽ പഠിപ്പിക്കണമെങ്കിൽ PG മാത്രം മതിയാവും, PG നെറ്റും മാത്രം അല്ലെങ്കിൽ PG JRFും മതിയാവും. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് BEd അവിടെ കൺസിഡർ ചെയ്യുന്നില്ല. പക്ഷേ HSSC ആവണമെങ്കിൽ മസ്റ്റ് ആയിട്ട് ഇവിടെ BEd ഉണ്ടായിരിക്കണം. അപ്പം കുട്ടികളെല്ലാവരും BEd കൂടി നിങ്ങൾ പഠിക്കുക, BEdും കൂടെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് HSSC ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. സെറ്റ് പാസ് ആയിട്ടുള്ള കുട്ടികൾക്ക് HSSC ആയിട്ട് ഈ പറഞ്ഞ പോലെ ജോയിൻ ചെയ്യാവുന്നതാണ്. പക്ഷേ അവിടെ നെറ്റ് ഉള്ളവർക്ക് അവിടെ ഒരു മുൻഗണന ഉണ്ടാവും. ഓക്കെ, നെറ്റിനായിരിക്കും അവിടെ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക. ഇപ്പൊ നിലവിലെ സിറ്റുവേഷനിൽ HSSC എക്സാമിനേഷനിൽ ആദ്യത്തെ ഒരു ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ടുള്ള രീതി നമ്മൾ കാണുക നെറ്റ് എക്സാമിനേഷൻ തന്നെയാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾ സ്കൂളുകളിൽ ഗസ്റ്റ് ലെക്ചറായിട്ട് ഗസ്റ്റ് ടീച്ചറായിട്ട് പോയി കഴിഞ്ഞാൽ പോലും അവിടെ നെറ്റ് ഉണ്ട് എന്ന് പറയുന്നത് അവിടെ ഒരു അഡീഷണൽ ക്വാളിഫിക്കേഷൻ ആയിരിക്കും. പ്രിഫറൻസ് ഇൻ ഗസ്റ്റ് ലെക്ചറർ സെലക്ഷൻ ആൻഡ് സെലക്ഷൻ ടു എയ്ഡഡ് സ്ട്രീംസ് വിത്ത് UGC അപ്രൂവ്ഡ് സാലറി. അതായത് നമുക്ക് ഒരു എയ്ഡഡ് സ്ട്രീംസിൽ നമ്മൾ ഗസ്റ്റ് ലെക്ചറായിട്ട് ജോയിൻ ചെയ്യുകയാണ് എങ്കിൽ UGC അപ്രൂവ്ഡ് സാലറി ഉണ്ട്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള ഒരു സാലറി നമുക്ക് അവിടെ ലഭിക്കും. ഒരു 1700 രൂപയോളം ഒരു ദിവസം ലഭിക്കും. ഒരു മാസം ഒരു ഏകദേശം ഒരു 40,000 റുപ്പീസ് നമുക്ക് ഏൺ ചെയ്യാവുന്നതാണ്. അതാണ് മറ്റൊരു അട്രാക്ഷൻ. അതിനകത്ത് JRF ക്വാളിഫൈഡ് ആകണമെന്നുള്ള ഒരു നിബന്ധനയൊന്നും വരുന്നില്ല. നെറ്റ് ക്വാളിഫൈഡ്, അപ്പം അവിടെയും JRF ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. ഓക്കെ, മുൻഗണന എപ്പോഴും ആർക്കായിരിക്കും? JRF PhD ഉള്ളവർക്കായിരിക്കും. നമ്മളിപ്പോ സെറ്റിന്റെ കാര്യം പറഞ്ഞ പോലെ സെറ്റിനേക്കാളും മുൻഗണന നെറ്റിനുണ്ടെന്ന് പറയുന്ന പോലെ ഒരു കോളേജിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ നെറ്റ് ഉള്ളവരെക്കാളും മുൻഗണന മറ്റുള്ളവർക്കുണ്ടാവും. പക്ഷേ നിലവിലെ സിറ്റുവേഷനിൽ എന്താണ്? നെറ്റ് ഉള്ളവരും വിരളമാണ്. നമുക്ക് അധികം നെറ്റുള്ള ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. ഓക്കെ, അങ്ങനെ വരുമ്പോഴത്തേക്കും അവിടെ ഒരു സാലറി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് ക്വാളിഫൈഡ് ആകാത്ത ഒരു ഗസ്റ്റ് ലെക്ചറിനെക്കാളും നമ്മൾ കമ്പയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വളരെ ഉയർന്ന ഒരു സാലറി നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ലെക്ചറിന് ഉണ്ടാവും. ഇപ്പം നിലവിലെ നല്ല കോളേജുകളിലൊക്കെ ആണെങ്കിൽ ഒരു 25,000 to 30,000 സാലറിയിൽ നമുക്ക് ജോയിൻ ചെയ്യാവുന്നതും നമുക്കൊരു കോൺട്രാക്ട് പീരീഡ് ആയിട്ട് നമുക്ക് അവർ ഒരു 1 year എന്നുള്ള രീതിയിൽ അവർ പറയുന്നില്ല. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വർഷത്തോളം നമുക്ക് അവിടെ ഗസ്റ്റ് ലെക്ചറായിട്ട് പഠിപ്പിക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു അട്രാക്ഷൻ അതിന് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് 100% പ്ലേസ്മെന്റ് ഉണ്ട് എന്ന് പറയുന്നത്. UGC നെറ്റ് പാസ്സായിട്ടുള്ള ഒരാളും വെറുതെ നിൽക്കേണ്ടതായിട്ട് വരുന്നില്ല. ഇപ്പൊ നിങ്ങളുടെ അറിവിലാണെങ്കിൽ പോലും UGC നെറ്റ് പാസ്സായിട്ടായിരിക്കും വെറുതെ നിൽക്കുന്നവരില്ലല്ലോ. അവരേതെങ്കിലും കോളേജുകളിൽ അവർക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതെന്തുകൊണ്ടാണ്? UGC നെറ്റുള്ള ആളുകൾ കുറവാണ്. നമ്മളിപ്പോ പറഞ്ഞു 6% ആളുകൾ മാത്രമേ ഇതിനകത്ത് പാസ്സാവുകയുള്ളൂ. ആ ഒരു 6% ഒരാളായി കഴിഞ്ഞാൽ എന്താണ്? ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ലഭിക്കും. JRF പാസ്സായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എന്തിലോട്ട് പോകാനായിട്ട് പറ്റും? അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിലോട്ട് പോകാനായിട്ട് പറ്റും അല്ലെ? അതുപോലെ തന്നെയാണ് നെറ്റ് പാസ്സാവുന്നവരും. ഓക്കെ, നെറ്റ് പാസ്സായാലും നമുക്ക് ജോബ് ഓറിയന്റഡ് ആയിട്ട് നോക്കുമ്പോൾ വളരെ നല്ല ഉയർന്ന ജോബുകളിലോട്ട് കോളേജുകളിലെ അസിസ്റ്റന്റ് പ്രൊഫസറിൽ തന്നെ ഒരു നെക്സ്റ്റ് ഗ്രേഡ് ഒരു ഉയർന്ന ഗ്രേഡിലുള്ള ഒരു ഗസ്റ്റ് ലെക്ചറർ ആയിട്ട് നമുക്ക് അവിടെ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ഒരെണ്ണമാണ് ഗവൺമെന്റ് അപ്രൂവ്ഡ് സാലറിയോട് കൂടി ഉള്ള ഗസ്റ്റ് ലെക്ചറർ, കോൺട്രാക്ട് ലെക്ചറർ എന്നുള്ള രീതിയിൽ നമ്മൾ പോവുക. അതുപോലെ തന്നെ എന്തുണ്ട്? നെറ്റ് അല്ലെങ്കിൽ JRF ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് അവിടെ തന്നെ
ലെക്ചറായിട്ടും പഠിപ്പിക്കാവുന്നതാണ്. അതായത് ഗവൺമെന്റ് അപ്രൂവ്ഡ് അല്ല എങ്കിലും മാനേജ്മെന്റിന്റെ ഒരു ഹൈ സാലറിയിൽ തന്നെ നമുക്ക് അവിടെ പഠിപ്പിക്കാനായിട്ട് പറ്റുന്ന ഒരു സിറ്റുവേഷൻ. JRF qualified candidates have preference over net and also can pursue research with stipend. അത് നമ്മൾ പറഞ്ഞിരുന്നു, സ്റ്റൈഫൻഡോട് കൂടി നമുക്ക് റിസർച്ച് പെർസ്യൂ ചെയ്യാവുന്നതാണ്. എപ്പോഴും നെറ്റിനേക്കാളും കൂടുതൽ ഒരു മുൻഗണന JRF ക്വാളിഫൈഡ് ആയിട്ടവർക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പൊ നെറ്റിന്റെ ഒരു അച്ഛനായിട്ട് വരും JRF എന്ന് വേണമെങ്കിൽ പറയാം. 1% ആളുകൾക്കാണ് ഇത് ലഭിക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്കും എപ്പോഴും അവിടെ ഒരു പ്രിഫറൻസ് JRF ഉള്ള ആളുകൾക്കായിരിക്കും. നെറ്റിന് മീതെ പ്രിഫറൻസ് എപ്പോഴും ഉണ്ടായിരിക്കും. ആർക്കുണ്ടായിരിക്കും? JRF ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സിന് ഉണ്ടായിരിക്കും. ഹയർ പ്രിഫറൻസ് ഇൻ എനി ജോബ് ഓപ്പർച്യൂണിറ്റീസ്. ഏത് ജോബ് ഓപ്പർച്യൂണിറ്റീസിനും നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ, അതായത് ടീച്ചിങ് റിലേറ്റഡ് ആയിരിക്കണം കേട്ടോ. വെറുതെ നമുക്ക് മറ്റൊരു അക്കൗണ്ടിങ്ങിലും ഇത് കൺസിഡർ ചെയ്യുന്നതാണ്. നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ളതാണെന്ന് നമുക്ക് CV-യിൽ നമുക്ക് മാർക്ക് ചെയ്യാവുന്നതാണ്. എല്ലായിടത്തും നമുക്ക് മാർക്ക് ചെയ്യാം എന്ന് കരുതി ചില PSC എക്സാമിനേഷൻസിനോ അല്ലെങ്കിൽ SSC എക്സാമിനേഷനോ മിനിമം ഡിഗ്രി ക്വാളിഫിക്കേഷൻ വേണ്ട എക്സാമിനേഷൻസ് ഒക്കെ കാണും, അല്ലെങ്കിൽ മിനിമം PG എന്നൊക്കെ. അപ്പൊ അങ്ങനെ വരുന്ന എക്സാമിനേഷൻ അങ്ങനത്തെ പ്രിഫറൻസ് ലഭിക്കുകയില്ല. മറ്റെല്ലാ ജോലികളും ഇന്റർവ്യൂ ബേസ്ഡ് ആയിട്ട് വരുന്ന ജോലികൾക്കെല്ലാം നമുക്ക് എന്തുണ്ടായിരിക്കും? ഒരു പ്രിഫറൻസ്, ഒരു ഹയർ പ്രിഫറൻസ് അവിടെ ഉണ്ടായിരിക്കും. ഓപ്പർച്യൂണിറ്റീസ് ഇൻ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ്, PSUസിലും നമുക്ക് ഇത്തരത്തിലുള്ള JRF ക്വാളിഫൈഡ് ആയിട്ടുള്ള റിസർച്ച് ആക്ടിവിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ടീച്ചിങ് ആയിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്ക്, ഇപ്പൊ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, ഞാൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുക. അപ്പൊ അവിടെ ഒരു ട്രെയിനിങ് സെന്റർ, ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് ഒരു സെന്റർ ഓഫ് എക്സലൻസ് ഉണ്ട്. അപ്പൊ അവിടെ എന്താണ്, അവിടെ ടീച്ചിങ് ഫാക്കൽറ്റീസിനെ സെലക്ട് ചെയ്യുന്നുണ്ട് അവരുടെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടി. അപ്പൊ അവിടെ എന്താണ്, അതിന്റെ അകത്തും നെറ്റുള്ള ആളുകൾക്ക് അവിടെ ഒരു പ്രിഫറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ട്രെയിനിങ്ങുമായിട്ട് ഇപ്പം നമുക്കറിയാം ഇതൊരു ഗവൺമെന്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണെങ്കിൽ അവിടെ ഒരു ട്രെയിനേഴ്സ് പറഞ്ഞ ഒരു പോസ്റ്റുകളിലോട്ടൊക്കെ അവർ സെലക്ട് ചെയ്യുക ഇത്തരത്തിൽ നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ ആയിരിക്കും. അങ്ങനെ ഒരുപാട് PSUസിൽ അതുപോലെ തന്നെ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ എന്തുണ്ട്, ഒരു ഓപ്പർച്യൂണിറ്റീസ് നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്കുണ്ട്. അതുപോലെ തന്നെ ബിക്കം ആൻ എക്സ്പേർട്ട് ഇൻ ദ സബ്ജക്ട് ആൻഡ് ക്യാൻ പ്രൊവൈഡ് കോച്ചിങ്. ഓക്കെ, അപ്പൊ നമുക്കൊരു വേണമെങ്കിൽ ആ ഒരു രീതിയിലോട്ട് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. നമുക്ക് ഒരുപാട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരുപാട് കുട്ടികൾക്ക് നമുക്ക് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യാം. നമ്മുടെ കോളേജുകളിൽ തന്നെ ഒരു കോച്ചിങ് വേണ്ടിയിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യും. അതുപോലെ തന്നെ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഒരുപാട് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാണും. അപ്പോൾ അവിടെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമുക്ക് അവിടെയും ജോലികളിലേക്ക് നല്ലൊരു എക്സ്ട്രാ ഇൻകത്തോടു കൂടി നമ്മുടെ റിസർച്ച് ആക്ടിവിറ്റി ഒരുപാട് കുട്ടികൾ JRFനോട് കൂടി തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള കോച്ചിങ് കാര്യങ്ങളും കൂടെ ചെയ്തു പോകുന്നുണ്ട്. നല്ലൊരു ഇൻകം ഏൺ ചെയ്യുന്നുമുണ്ട്. അങ്ങനെ രീതിയിൽ ആ രീതി നോക്കുകയാണെങ്കിൽ പോലും നമ്മളൊരു സബ്ജക്ട് എക്സ്പേർട്ടാണ്. അത് ഇപ്പം ടീച്ചിങ് എക്സാം ആയിക്കോട്ടെ, ഇത് നെറ്റ് കോച്ചിങ് മാത്രമല്ല, ഇപ്പൊ ഒരു CUET കോച്ചിങ്, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലോട്ട് ഒരു CUET കോച്ചിങ്, PSC കോച്ചിങ്, അതുപോലെ തന്നെ KTET, SET, HSSC കോച്ചിങ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇത്തരത്തിലുള്ള കോച്ചിങ്ങുകളെല്ലാം ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു കോച്ചിങ്ങുകളിലെല്ലാം എന്താണ്, ഞാൻ നെറ്റ് ക്വാളിഫൈഡ് ആണ് എന്നുള്ള ആ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളതുകൊണ്ടാണ് അവിടെ കയറുവാനായിട്ട് സാധിച്ചിരിക്കുന്നത്. അപ്പൊ നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുണ്ട് എങ്കിൽ മറ്റേ ആ ഒരു സബ്ജക്ട് നമ്മൾ എക്സ്പേർട്ട് ആണെന്നാണ് അവിടെ കാണിക്കുന്നത്. ഇപ്പൊ കൊമേഴ്സ് ഞാനൊരു എക്സ്പേർട്ട് ആണ് എന്ന് കാണിക്കുന്നതിന്, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ക്വാളിഫിക്കേഷൻ ആണ് എന്താ, നെറ്റ് ക്വാളിഫൈഡ് ആകുക എന്നുള്ളത്. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഏത് തരത്തിലുള്ള എക്സാമിനേഷൻ ആയിക്കോട്ടെ നമുക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നല്ലൊരു സാലറി തന്നെ നമുക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനും കൂടെ നമുക്ക് അവിടെ തുറന്നു കിട്ടുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഒരിക്കലും നെറ്റ് ക്വാളിഫൈഡ് ആക്കുന്ന സ്റ്റുഡൻസ് ഒരിക്കലും നമ്മൾ വെറുതെ ഇരിക്കേണ്ടതായിട്ട് വരുന്നില്ല. ചില കുട്ടികൾ അത് അവരുടെ റിസർച്ചായിട്ട് ബന്ധപ്പെട്ട് പോകുന്നു, ചില കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾ കാണും. ഓക്കെ, B.Ed ഒക്കെ പഠിക്കുന്ന കുട്ടികൾ കാണാം, അവർ ചിലപ്പോൾ B.Ed ആയിട്ട് പോകുന്നു. അതൊന്നും ഇല്ലാതെ വെറുതെ വീട്ടിലിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒരിക്കലും നിങ്ങൾക്ക് വരാനായിട്ട് പോകുന്നില്ല. ഇത് അഷ്വേർഡ് ആണ്, 100% നിങ്ങൾക്ക് ജോബ് അഷ്വറൻസ് അവിടെ ലഭിച്ചിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ, അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ബെനിഫിറ്റ്സ് ആണ്. ഇനി ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്, മിനിമോർ ബെനിഫിറ്റ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട് ഒരു UGC നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ JRF ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ. ഓക്കെ, ഇനി പാസ് പെർസെന്റേജ് എത്രയാണ്? ഇത് UGC നെറ്റ് പാസ് ആവേണ്ടതിന് എത്ര പെർസെന്റേജ് വേണം, അല്ലെങ്കിൽ എത്ര പെർസെന്റേജ് ആളുകളാണ് പാസ്സാവുന്നത്? 6% ആളുകൾ മാത്രമാണ് ഇതിനകത്ത് പാസ്സാവുന്നത്. JRF ക്വാളിഫൈഡ് ആകുന്നത് വെറും 1% ആളുകളാണ്. കട്ട് ഓഫ് പെർസെന്റേജിലാണ് പബ്ലിഷ് ചെയ്യുന്നത്. ഈ ഒരു വർഷത്തിന് നമ്മുടെ കഴിഞ്ഞ എക്സാമിന്, ഡിസംബർ സൈക്കിൾ എക്സാമിന് ഒരു സൈക്കിൾ എക്സാമേ ഉള്ളായിരുന്നുള്ളൂ. അല്ലെങ്കിലൊക്കെ കൊമേഴ്സിന് 4 തവണയൊക്കെ എക്സാം ഇട്ടിട്ടുണ്ട്, 4 സൈക്കിളൊക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെ വരുന്നെങ്കിൽ പെർസെന്റേജിലായിരിക്കും. പെർസെന്റേജിൽ വന്നു കഴിഞ്ഞാൽ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു മാർക്ക് എത്ര മാർക്ക് ഉണ്ട് എന്നൊന്നും നമുക്ക് കൃത്യം കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഇല്ല. നമ്മുടെ കറക്റ്റ് മാർക്ക് നമുക്ക് അവിടെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. പെർസെന്റേജ് ആണെങ്കിൽ നമുക്ക് കിട്ടും, കൃത്യം നമുക്ക് പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം, എത്ര മാർക്ക് നമുക്ക് ലഭിച്ചു എന്നുള്ള കാര്യം. കൃത്യം കട്ട് ഓഫ് ഒക്കെ ഈ ഒരു രീതി നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്കത് മറ്റ് നെക്സ്റ്റ് ഇയറിലേക്കൊക്കെ ആയിട്ട് നമുക്കത് അനുസരിച്ച് പ്രിപ്പയർ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് ഇപ്പം പെർസെന്റേജിലാണ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ ആ രീതി പബ്ലിഷ് ചെയ്യുമ്പോൾ, അതായത് 2-3 ഷിഫ്റ്റ് ഉള്ള എക്സാമുകൾക്ക് മാത്രമാണ് പെർസെന്റേജിൽ പബ്ലിഷ് ചെയ്യുക.
ഇനി സിലബസ് എങ്ങനെയാണ് ഇതിന്റെ സിലബസ് വരിക? അടിപൊളി സിലബസ് അല്ലേ? നമുക്ക് പേപ്പർ 1-ന് 10 യൂണിറ്റുകളും പേപ്പർ 2-ന് ഇതുപോലെ തന്നെ 10 യൂണിറ്റുകളുമാണ് ഉള്ളത്. എല്ലാ ക്വസ്റ്റ്യനിൽ നിന്നും അല്ലെങ്കിൽ പേപ്പർ 1-ല് എല്ലാ യൂണിറ്റിൽ നിന്നും 5 ക്വസ്റ്റ്യൻസ് വീതം ചോദിക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ എന്താണ്, എല്ലാത്തിനകത്തും 5 ക്വസ്റ്റ്യൻസ് ഒന്നും ആയിരിക്കില്ല. ചിലതിന് 4 ക്വസ്റ്റ്യൻ, ചിലതിന് 6 ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിലൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് ഇതിനകത്ത് പേപ്പർ 1-ൽ വരുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്? ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, കോംപ്രഹെൻഷൻ. കോംപ്രഹെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റീഡിംഗുമായിട്ട് ഒരു പാരഗ്രാഫ് തരുന്നു, നമ്മൾ എഴുതുന്നു. വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ, വളരെ എളുപ്പമുള്ള ഒരു ഏരിയ കേട്ടോ. 5 ക്വസ്റ്റ്യൻ ഷുവറായിട്ടും അതിൻ്റെ 5 ക്വസ്റ്റ്യൻ വരും. ഷുവറായിട്ടും 5-ൽ 5 മേടിക്കാം. ഉറപ്പായിട്ട് നമുക്ക് 5 മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ഏരിയ കോംപ്രഹെൻഷൻ. അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. പിന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലൊക്കെയാണ് കുറച്ചും കൂടെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരുന്നത്. ചിലപ്പോൾ കുറച്ച് ചെറിയ മാർക്ക് നഷ്ടം വരാനായിട്ട് സാധ്യത വരുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലാണ്. പരിശ്രമിച്ച് കഴിഞ്ഞാൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ മാർക്ക് മേടിക്കാം. പിന്നെ വരുന്നത് മാത്തമാറ്റിക്കൽ റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്, ലോജിക്കൽ റീസണിങ്, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, കമ്പ്യൂട്ടറുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ICT, പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ് ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഇങ്ങനെ 10 യൂണിറ്റുകളാട്ടോ വരുന്നത്. അപ്പൊ അതിന്റെ അകത്ത് നിങ്ങൾ പ്രോബ്ലം വൈസ് ആയിട്ട് വരുന്ന യൂണിറ്റുകളാണ് ഏതൊക്കെയാണ്? ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിങ്, ലോജിക്കൽ റീസണിങ്, ഈ ഒരു 3. അതുപോലെ തന്നെ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ. ഇതിൽ നിന്നൊക്കെയാണ് എന്ത് വരിക? ഒരു പ്രോബ്ലം ബേസ്ഡ് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരിക. ICT-യിൽ നിന്നും ചില ക്വസ്റ്റ്യൻസ്, ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ആ രീതി വരും. അതായത് എന്താണ്? നമ്പർ സിസ്റ്റമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ചില ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ICT-യിൽ നിന്നും ആ രീതിയിൽ വരുന്നു. അപ്പൊ അങ്ങനെ ഒരു 4 ഏരിയയിൽ നിന്ന് പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ബാക്കി എല്ലാവരിൽ നിന്നും തിയറി ബേസ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസും ആണ്. ഇപ്പൊ ഈ ഒരു ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിക്കുക. അതായത് എന്താണ്? ഒരു സ്റ്റേറ്റ്മെന്റ് തരുന്നു, നമ്മൾ അതിന്റെ രീതിയിൽ ആൻസർ ചെയ്യണം. ആ സ്റ്റേറ്റ്മെന്റിന് അതായത് 2 സ്റ്റേറ്റ്മെന്റ് തരുന്നു, അതിനകത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ്, സ്റ്റേറ്റ്മെന്റ് 1 ഓൺലി കറക്റ്റ്, സ്റ്റേറ്റ്മെന്റ് 2 ഓൺലി കറക്റ്റ്. ആ രീതിയിലായിരിക്കും അതിന്റെ ഓപ്ഷൻസ് കിട്ടുക. അതനുസരിച്ച് നമ്മൾ ആൻസർ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ അസർട്ടേഷൻ ആൻഡ് റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ, അതായത് എന്താണ്? ഒരു അസർട്ടേഷൻ തരും അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് തരും, അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു റീസൺ ആണോ താഴെ തന്നിരിക്കുന്നത്, ആ രീതിയിൽ നമുക്ക് അതിനെ ആൻസർ ചെയ്യേണ്ടതായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ. മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. പിന്നെ വരുന്നത് താഴെ പറയുന്നത് ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണ്? ഒരു 3-4 സ്റ്റേറ്റ്മെന്റുകൾ വരും. 1, 2 and 3 ആർ കറക്റ്റ്, 1 and 2 ഈസ് കറക്റ്റ്, 1, 2, 3 and 4 ആർ കറക്റ്റ്. ആ രീതിയിൽ വരുന്ന ഒരു ഓപ്ഷൻസ്. അപ്പൊ അങ്ങനെ കുറച്ചും കൂടെ ആഴത്തിലുള്ള അപഗ്രന്ഥിച്ചുള്ള റീഡിംഗ് ഇവിടെ അത്യാവശ്യമാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അധികം ചോദിക്കാറില്ല. കഴിഞ്ഞ എക്സാമിൽ കുറച്ച് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു, അതും വരും. എങ്കിൽ പോലും എന്താണ്? കുറച്ചും കൂടെ ഇന്നർ ആയിട്ട് ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുക എന്നൊക്കെ പറയില്ലേ, ഉള്ളിന്ന് വരണമെന്ന് പറയില്ലേ. എന്താ ഉള്ളിന്ന് വരണം? നമ്മുടെ ഉള്ളിലേക്ക് പോകണം. ആ ഒരു ടോപ്പിക്ക് ഒരു ഇച്ചിരി കൂടെ തറവായിട്ട് റീഡ് ചെയ്യണം. റീഡ് ചെയ്ത് മാത്രം പോരാ, വർക്കൗട്ട് ചെയ്യണം. എന്ത് ചെയ്യണം? അവിടെ PYQs, ഒരുപാട് PYQs ഡിസ്കസ് ചെയ്യണം. അതുപോലെ തന്നെ MCQs ഡിസ്കസ് ചെയ്യണം. അതുപോലെ നമുക്കൊരു നോട്ട് ഉണ്ടായിരിക്കണം. എല്ലാത്തിനും നമ്മൾ പഠിക്കുന്ന ഒരു ടൈമിൽ തന്നെ നമ്മൾ നോട്ട് പ്രിപ്പയർ ചെയ്ത് വേണം പഠിക്കാൻ. ഓക്കെ. അതുപോലെ തന്നെ ഡെയിലി പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഒരു ടൈം മാറ്റി വെക്കണം. ഒരു 1 hour മാറ്റി വെച്ചാൽ മതി. 1 hour മാക്സിമം. അധികം ടൈം ഒന്നും മാറ്റി വെക്കണം. കോച്ചിങ് എടുക്കുന്ന ദിവസങ്ങളിലാണെങ്കിൽ ആ കോച്ചിങ്ങും കൂടെ കൂടി 1 hour മതി. അധികം സമയമൊന്നും ഇതിന് വേണ്ടെന്നേ. നിങ്ങൾക്ക് ഇപ്പം ചില കുട്ടികൾ ഇപ്പം PG പഠിക്കുന്ന പിള്ളേർ കാണും. PG പഠിക്കുന്ന കുട്ടികൾക്ക് PGക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. കാരണം PG എക്സാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്തവണ ഒറ്റ അറ്റംപ്റ്റേ കിട്ടുകയുള്ളൂ. നെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ വീണ്ടും ഒരു അറ്റംപ്റ്റ് കിട്ടും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും PGക്ക് അതനുസരിച്ചുള്ള ഇമ്പോർട്ടൻസ് നമ്മൾ മസ്റ്റ് ആയിട്ടും കൊടുക്കണം. അതോടൊപ്പം തന്നെ ഇതും കൂടെ പഠിച്ചു പോവാം. സുഖമായിട്ട് പഠിച്ചു പോകാനുള്ളതേ ഉള്ളൂ. കാരണം എന്താണ്? PGക്ക് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. PG ഒരു ഫോർസമായിട്ടുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ PGക്ക് പഠിക്കുന്ന കാര്യത്തിൽ അതിനേക്കാളും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിനകത്ത് അധികം ഒന്നും വരുമൊന്നുമില്ല. അത് ആഴത്തിൽ പഠിക്കണം എന്നേ ഉള്ളൂ. വെറുതെ ജസ്റ്റ് റീഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടത്തില്ല. നമ്മൾ അതൊന്നും കൂടെ ഒന്ന് ആഴത്തിലേക്ക് പോകണം. ഉള്ളറകളിലേക്ക് ഇറങ്ങി ചെല്ലുക, അല്ലെങ്കിൽ ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ ഞാൻ സഞ്ചരിച്ചു എന്നൊക്കെ പറയില്ലേ, ആ രീതിയിൽ നമ്മൾ അതിന്റെ അകത്തേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലണം. എന്നിട്ട് വായിച്ചു നോക്കണം. എങ്കിൽ മാത്രമേ ഇതിൻ്റെ അകത്ത്, അല്ലെങ്കിൽ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനകത്ത് ഉള്ളറയിലേക്ക് ഇറങ്ങി ചെല്ലുക എന്നൊക്കെ പറയുന്നത് അത്ര പാടുള്ളതാണോ? ഒരിക്കലും അല്ല. അതിനകത്തേക്ക് ഇറങ്ങി ചെല്ലാൻ നിങ്ങൾ കുറെ PYQs ഡിസ്കസ് ചെയ്താൽ മതി. എക്സാം ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്താൽ മതി. മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്താൽ മതി. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതി. അല്ലാതെ നമ്മൾ എപ്പോഴും അത് ഒരു ടോപ്പിക്ക് കണ്ടു, ആ ടോപ്പിക്ക് വീണ്ടും കുറെ നേരം നിങ്ങൾ ടൈം എടുത്ത് പഠിച്ചു, ആ രീതിയിലൊന്നും ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള PYQs എടുക്കുക, ഡൗൺലോഡ് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. PYQ ഡൗൺലോഡ് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. MCQ ഡൗൺലോഡ് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. മോക്ക് ടെസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ. ഇപ്പൊ നമ്മളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം തറവായിരിക്കും. കോച്ചിങ് വേണ്ട, എല്ലാവരും കോച്ചിങ് എടുക്കണം എന്ന് മസ്റ്റ് ആയിട്ടൊന്നും പറയുന്നൊന്നുമില്ല. നിങ്ങൾക്ക് സ്വയം പഠിക്കാൻ പറ്റുന്ന കുട്ടികളാണെങ്കിൽ സ്വയം പഠിക്കാവുന്നതാണ്. ഓക്കെ. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് സ്കോർ ചെയ്യാം. പക്ഷെ എങ്കിൽ പോലും എന്താണ്, ഒരു കോച്ചിങ്ങിന് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ക്രിസ്റ്റൽ പോലുള്ള ഒരു സ്ഥാപനത്തിലൊക്കെ ആണെങ്കിൽ കോച്ചിങ്ങിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്? എന്താണ്? ഒരു തറവ് ലേണിംഗ് ആണ് അവിടെ നമുക്ക് ലഭിക്കുക.
ഓക്കെ. അപ്പൊ നമുക്ക് എല്ലാ കാര്യങ്ങളെ പറ്റി നമുക്ക് പ്രോപ്പർ ആയിട്ട് ടൈം ടേബിൾ വെച്ച് ഓരോ ടോപ്പിക്കും ഡെയിലി ഇത്രത്തോളം പഠിച്ച് നമ്മുടെ പ്രോഗ്രസ് അവിടെ മാർക്ക് ചെയ്ത് അവിടെ നമുക്ക് ഒരു ഹയർ ലെവലിലോട്ട് അവിടെ പോകാനായിട്ട് പറ്റും. എക്സാം ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ അകത്തൊരു പ്രൊഫഷൻ്റെ ആവും. കാരണം നമുക്ക് അതനുസരിച്ചുള്ള മോക്ക് ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് ലഭിക്കും. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ. അപ്പൊ അങ്ങനെ ഒരു പ്രിപ്പറേഷൻ തന്നെ എടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് തന്നെ എടുത്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് തന്നെ വീട്ടിലിരുന്ന് തന്നെ ഈ ഒരു കാര്യങ്ങളെല്ലാം ഞാൻ കോച്ചിങ് കാര്യങ്ങളൊന്നും ഇല്ല, സ്വന്തമായിട്ട് തന്നെ ഞാൻ എൻ്റെ ടെക്സ്റ്റ് ബുക്കുകൾ കാര്യങ്ങളെല്ലാം എടുക്കുന്നു. നമ്മുടെ ആ ഒരു എന്താണ് സിലബസ് എടുക്കുന്നു. ആ ഒരു സിലബസിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ പറ്റി ഞാൻ റെഫർ ചെയ്യുന്നു. അത് കഴിഞ്ഞ് അത് പഠിക്കുന്നു. അപ്പൊ നമുക്ക് അതിന്റെ ഒരു സ്ട്രാറ്റജി നോക്കാം. ഓക്കെ. അപ്പം ഈ ലാസ്റ്റ് എക്സാമിന്റെ കറന്റ് സിലബസ്. ഓക്കെ. ഈ ഒരു ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ ഒരു സിലബസിലെ അവസാന എക്സാമിനേഷൻ ആണ്, അവസാന ചാൻസ് ആണ്. അവസാന ചാൻസ് നിങ്ങൾ മിസ് ചെയ്യരുത്. ആ ഒരു എക്സാമിലേക്ക് നിങ്ങൾ എത്തുക. ഓക്കെ. ഇനി നമുക്ക് എത്ര മാസം കൂടെ ഉണ്ട്? മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ. 14th കൂടിയൊക്കെ ആയിരിക്കും നമ്മുടെ ഒരു എക്സാം ഉണ്ടായിരിക്കുക. അതിന്റെ ഒരു എക്സാമിനേഷൻ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഒരു മിഡ് ജൂണോട് കൂടി നമുക്ക് എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. അപ്പം നിലവിൽ തന്നെ ഒരു എക്സാമിനേഷൻ ഡേറ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. UGC നെറ്റ് 2024ന്റെ ഡേറ്റ് ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഡേറ്റ് അനുസരിച്ച് ആ ഒരു ടൈമോട് കൂടി തന്നെ നമ്മൾ പഠിക്കണം. ഓക്കെ. ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് എക്സാം വരും എന്നുള്ള രീതി തന്നെ. ഇപ്പൊ അങ്ങനെ ആ ഒരു പോസ്റ്റ്പോൺ ചെയ്യുകയോ അല്ലെങ്കിൽ റീഷെഡ്യൂൾ ചെയ്യുകയോ അങ്ങനെയുള്ള സിറ്റുവേഷൻ ഒന്നും ഇല്ല. കൃത്യം ആ ഒരു ഡേറ്റിൽ തന്നെ ഇവര് നടത്തുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ ഒരു ജൂൺ 10 തൊട്ട് ജൂൺ 21 വരെയാണ് നിലവിൽ ഷെഡ്യൂൾ ചെയ്തേക്കുന്നത്. അന്ന് തന്നെ നടത്തുകയും ചെയ്യും. പിന്നെ അതൊരു മാറ്റം ഇപ്പൊ അവർ വരുന്നില്ല. പിന്നെ ഇലക്ഷൻ ഒക്കെ ആയതുകൊണ്ട് ഇനി എന്തെങ്കിലും ചേഞ്ച് ഒക്കെ എങ്കിലും പുതിയൊരു നെക്സ്റ്റ് സർക്കാർ ജൂണോട് കൂടി ചാർജ് എടുക്കൂലോ. അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിന്റെ അകത്ത് വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും വരില്ല. മറ്റു ടൈമിലായിരുന്നെങ്കിൽ ചിലപ്പോൾ അതിന്റെ ഒരു പ്രോബ്ലംസ് വന്നേനെ. പക്ഷെ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ഇലക്ഷൻ എല്ലാം കഴിഞ്ഞോളും. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വരില്ല. പ്രോപ്പർ ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. നല്ലൊരു കാര്യം തന്നെയാണ്. റീഷെഡ്യൂൾ ഞാനൊക്കെ എഴുതിയ സമയത്ത് കൊറോണയുടെ ടൈം ആയിരുന്നു. ഇങ്ങോട്ട് റീഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം റീഷെഡ്യൂൾ ചെയ്തിട്ടില്ല. ഞങ്ങളുടെയൊക്കെ എക്സാം റീഷെഡ്യൂൾ ചെയ്ത് അത്രയൊന്നും ഒരു എക്സാം റീഷെഡ്യൂൾ ചെയ്യില്ല. എന്റെയൊക്കെ എക്സാം എന്ന് പറഞ്ഞാൽ 4 തവണ റീഷെഡ്യൂൾ ചെയ്ത് പോയതാ. അതും ചുമ്മാ ഒരാഴ്ചത്തേക്കൊന്നും അല്ല റീഷെഡ്യൂൾ ചെയ്യുക, മാസങ്ങളെയൊക്കെ. റീഷെഡ്യൂൾഡ് ഡേറ്റ്സ് വിൽ ബി ഇന്റിമേറ്റഡ് ലേറ്റർ എന്നുള്ള രീതിയിൽ ഒറ്റ മെസ്സേജ് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നുള്ളൂ. ഭയങ്കര ഒരു കേവോസ് ആകുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഭയങ്കര നമുക്കൊരു പ്രിപ്പയർ ചെയ്യാനും തോന്നില്ല. പിന്നെ ഒരു മടുക്കുന്ന ഒരു സിറ്റുവേഷൻ വരും. പക്ഷേ നല്ല അല്ലെങ്കിൽ എനിക്കൊക്കെ ആണെങ്കിൽ അത് വീണ്ടും കുറെ പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റി കേട്ടോ. ആദ്യമൊക്കെ കുറച്ച് ഇതൊക്കെ തോന്നിയായിരുന്നു. പക്ഷെ കൂടുതൽ വീണ്ടും ടൈം കിട്ടിയത് കൊണ്ട് വീട്ടിലിരിക്കുവാണല്ലോ. ലോക്ക്ഡൌൺ പീരീഡ് അല്ലേ, വേറെ പരിപാടിക്കൊന്നും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ കുറെ വീട്ടിലിരുന്ന് പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റി. എങ്കിൽ പോലും എന്താണ് കൃത്യ ടൈം ഇപ്പൊ ഈ ഒരു എക്സാം ഡേറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡിസംബർ സൈക്കിളിന്റെ എക്സാമിന് മുമ്പ് തന്നെ, കഴിഞ്ഞ ഡിസംബർ സൈക്കിളിന്റെ എക്സാമിന് ഡേറ്റിന് മുമ്പ് തന്നെ ഇവര് പബ്ലിഷ് ചെയ്തതാണ്. അപ്പൊ അന്നേരം തന്നെ നമുക്ക് അതിന് ഒരുപാട് ടൈം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ടൈം പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യുക കേട്ടോ. ഓക്കെ. 3.5 മാസം ഇല്ല. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ 10 ആ ഒരു ടൈം വരെ ഉള്ളൂ. 3 മാസവും 10 ദിവസവും അത്രയും ദിവസമേ ഉള്ളൂ. അത് പ്രോപ്പർ ആയിട്ട് അത് പ്ലാൻ ചെയ്ത് പഠിക്കുക. ഓക്കെ. അപ്പൊ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ട് ഇതിന്റെ അകത്ത്. എങ്ങനെയാണ് നമ്മൾ ഓരോ യൂണിറ്റിന്റെയും പേരുകളുണ്ട്. അത് ഏത് രീതിയിലാണ് എന്നുള്ളതാണ്. അതിനകത്ത് നമുക്ക് ഏതൊക്കെ ടോപ്പിക്കുകളായിട്ട് നമുക്കത് പ്രോപ്പർ ആയിട്ട് തന്നെ നമ്മുടെ ഒരു ക്രിസ്റ്റൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് തന്നെ അതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഏത് രീതി പഠിക്കണമെന്നുള്ളത്. അപ്പൊ അതിന്റെ അകത്ത് 5 രീതിയിൽ അതിന്റെ അകത്ത് കവേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഞാനത് വായിച്ചു അല്ലെങ്കിൽ അതൊന്ന് കംപ്ലീറ്റ് ആക്കി എന്നുള്ളതാണ് കവേർഡിന്റെ അകത്ത് വരിക. സ്റ്റഡീഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഞാനത് പഠിച്ചു, ആ ഒരു ടോപ്പിക് ഞാൻ പഠിച്ചു, ഓക്കെ ആയി. ഇനി നമുക്കത് അത്യാവശ്യം വായിച്ച് മനസ്സിലാക്കി പഠിച്ചു, അണ്ടർസ്റ്റുഡ് ആയി. റിവൈസ്ഡ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും എന്താണ്, നമ്മൾ അതിനെ റിവൈസ് ചെയ്തു, ഒന്നും കൂടെ പഠിച്ചു, ഒന്നും കൂടെ അതിനെപ്പറ്റി ഒന്ന് വായിച്ചു നോക്കി. പിന്നെ അറ്റൻഡ് മോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ MCQ നമ്മൾ അതിന്റെ അകത്ത് വരാൻ സാധ്യതയുള്ള MCQs ഞാനൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കി. പിന്നെ റിവൈസ്ഡ്, ഇതിന്റെ അകത്ത് എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൾ ഏതാണെന്ന് മനസ്സിലാക്കുന്നു, ആ ഒരു ഭാഗം വീണ്ടും എടുക്കുന്നു, വീണ്ടും ഒന്നും കൂടെ റിവൈസ് ചെയ്യുന്നു. ഓക്കെ. ഇതോടുകൂടി നമ്മൾ അത്യാവശ്യം പ്രോപ്പറായി അതിന്റെ അകത്ത് ആ ഒരു ഏരിയ നമ്മൾ കവറായി എന്ന് കരുതി നമ്മളത് വീണ്ടും ഒരു ഇന്ന് പറഞ്ഞ ഇതെല്ലാം കൂടെ ഇന്ന് കവറായി എന്ന് കരുതുക. അല്ലെങ്കിൽ ഈ ആഴ്ച ഞാനിത് ഇത്രയും കവറാക്കി വെച്ചു എന്ന് കരുതുക. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എക്സാം ആകുമ്പോഴത്തേക്കും വീണ്ടും ചിലപ്പോൾ അത് മറന്നു പോകും. അപ്പൊ അത് വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ ഈ റിവിഷൻ എന്ന് പറയുന്നത് അങ്ങനെ എൻഡ് ചെയ്യുന്നതല്ല. നമുക്ക് റിവിഷൻ നമ്മൾ ഒറ്റ സ്ട്രെച്ച് തീർക്കേണ്ടതല്ല. ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഇട്ടിട്ടൊക്കെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, റിവിഷൻ ചെയ്യുക. അപ്പൊ നമ്മുടെ ഒരു
ക്രിസ്റ്റലിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്ലാൻ അനുസരിച്ച് എങ്ങനെയാണ് ഇതിന്റെ എല്ലാം ഒരു പ്രോപ്പർ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ഗൈഡൻസ് അവിടെ ഉണ്ടായിരിക്കും. ഒരു 1-to-1 ആയിട്ടുള്ള രീതിയിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും കൺസിഡർ ചെയ്യുന്നുണ്ട്. അതനുസരിച്ചുള്ള ഒരു പ്ലാൻ ആയിരിക്കും വരിക. അപ്പൊ നിങ്ങൾക്ക് അധികം എഫോർട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ, അല്ലാതെ ഞങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടില്ല. അതായത് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ നമുക്ക് എന്താണ്, നിങ്ങൾ എപ്പോഴും അതിനൊക്കെ ഒരു പുഷിങ്, നമ്മുടെ ഒരു പുഷിങ് എപ്പോഴും അതിനകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, സെൽഫ് ലേണിംഗ് ആയിട്ടുള്ള ആളുകൾക്ക് ആ ഒരു പുഷിങ് കിട്ടത്തില്ല. അത് സ്വന്തമായിട്ടൊരു പുഷ് ചെയ്യണം നമ്മുടെ ഉള്ളിൽ തന്നെ. അത് നല്ലൊരു കാര്യമായിട്ടോ. സ്വന്തമായിട്ട് പുഷ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് തന്നെ അതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു എബിലിറ്റി ഉള്ള കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നല്ല സ്ട്രോങ് കുട്ടികളല്ലേ. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കുട്ടികൾ നമ്മൾ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് ആ ഒരു അമ്മ പറഞ്ഞ പോലെ ഉള്ളിൽ നിന്ന് വരണമെന്ന് പറഞ്ഞില്ലേ. അപ്പൊ എപ്പോഴും തന്നെ ആ ഒരു ടൈം ടേബിൾ ഒക്കെ പക്കയായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾ എടുക്കും, പഠിക്കും, ആ രീതിയിൽ തന്നെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യും, അങ്ങനെ പോകും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും അത് അത്ര ഈസി അല്ല. പുറകുനിന്ന് ഒരു പുഷ് ചെയ്യാനുള്ള ഒരു കരങ്ങൾ ഉണ്ടായെങ്കിൽ നമുക്ക് ഇച്ചിരിയും കൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകാനായിട്ട് വരും. ഇതിനകത്ത് തന്നെ നോക്കിക്കേ, നമ്മൾ ആദ്യം ബിസിനസ് എൻവയോൺമെന്റിന്റെ ആണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്. അതിനകത്ത് കോൺസെപ്റ്റ്, എലമെന്റ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ്, സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ്, ഇതെല്ലാം സിലബസ് ആയിട്ടോ. സിലബസിനകത്ത് വരുന്ന സബ് ടോപ്പിക്കുകളാണ്. അപ്പൊ ആ ഒരു ടോപ്പിക്കുകൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന സബ് ടോപ്പിക്കുകളെല്ലാം നമ്മൾ പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇതനുസരിച്ചായിരിക്കും നമ്മുടെ ക്ലാസ്സുകളെല്ലാം പോകുക. ഓരോ സബ് ടോപ്പിക്കിനും അനുസരിച്ചായിട്ട് നമുക്ക് ക്ലാസ്സുകൾ ഉണ്ടാവും. അത് കവർ ചെയ്യുന്നതനുസരിച്ച് MCQs പ്രൊവൈഡ് ചെയ്യും. പിന്നെ റിവിഷൻ ചെയ്യാനുള്ള ഒരു ടൈം നിങ്ങൾക്ക് ലഭിക്കും. ആ രീതിയിൽ ഒരു പ്രോപ്പർ പ്ലാൻഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ഒരു പ്രോപ്പർ ഒരു എക്സാം വരെ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ഗൈഡൻസ് ലഭിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ്, അതിൻ്റെ അകത്ത് വരുന്ന കോൺസെപ്റ്റുകൾ നോക്കിക്കുക. ഒരുപാട് കോൺസെപ്റ്റുകൾ, കാര്യങ്ങൾ, ബേസിക് കോൺസെപ്റ്റ്, അക്കൗണ്ടിങ് കോൺസെപ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതിന് ഒരു പ്രോപ്പർ ലേണിംഗ് നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ പാർട്ണർഷിപ്പ് അക്കൗണ്ട്, കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, ഹോൾഡിംഗ് കമ്പനി അക്കൗണ്ട്സ്, ഒരുപാട് അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ, ഓഡിറ്റിംഗ്, ഇതിനൊക്കെ എന്തുണ്ട് പ്രോബ്ലംസ് ഉണ്ടല്ലേ. ആ ഒരു പ്രോബ്ലംസ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിന്റെ എക്സ്പ്ലനേഷൻസ്, അതിന്റെ MCQs, ആ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് നോക്കണം. അതിന്റെ ഈ രീതിയിൽ നിങ്ങൾ മാർക്ക് ചെയ്ത് പോകണം. ഇതിനകത്തൊക്കെ എന്നാ ചെയ്യണം, കവളം കൊടുത്തേക്കുന്നതിനെ ടിക്ക് ചെയ്യണം. കവേഡ് ആയിട്ടുണ്ടെങ്കിൽ കവേഡിന്റെ അത് ടിക്ക് ചെയ്യണം. സ്റ്റഡീഡ് കഴിയുമ്പോൾ സ്റ്റഡിയിൽ ടിക്ക് ചെയ്യണം. ആ രീതി ടിക്ക് ചെയ്ത് പോകണം. എങ്കിൽ മാത്രമേ നമുക്കത് ഒരു പേപ്പർ നോക്കി കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇന്ന ഏരിയകളെല്ലാം കവേഡ് ആയിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. ബിസിനസ് എക്കണോമിക്സ് ആയിക്കോട്ടെ, നെക്സ്റ്റ് ടോപ്പിക്കാണ് ബിസിനസ് എക്കണോമിക്സ്. അപ്പൊ ആ ഒരു പേരുകൾ നോക്കി പോകുക കേട്ടോ. നമ്മൾ എത്ര എണ്ണം കണ്ടു? ബിസിനസ് എൻവയോൺമെന്റ് കണ്ടു, ഓഡിറ്റിംഗ് ആൻഡ് അക്കൗണ്ടിങ് കണ്ടു, ബിസിനസ് എക്കണോമിക്സ് കണ്ടു, ബിസിനസ് ഫിനാൻസ് പിന്നെ വരുന്നതാണ് ബിസിനസ് ഫിനാൻസ്. അതിൻ്റെ അകത്ത് കുറച്ച് ബിസിനസ് ഫിനാൻസിൽ നിന്നൊക്കെ പ്രോബ്ലംസ് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിനൊക്കെ പ്രോബ്ലംസ് ഉണ്ട്. അത് സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കണം. പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പുതിയ ടോപ്പിക്കുകളൊന്നും ഇതിനകത്ത് അധികം വരുന്നില്ല. കുറച്ച് പുതിയ ടോപ്പിക്കുകളൊക്കെ വരുന്നുള്ളൂ. നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ ഇല്ലാത്ത ചില ടോപ്പിക്കുകളൊക്കെ കാണും. എല്ലാ യൂണിവേഴ്സിറ്റികളിലും എല്ലാം പഠിപ്പിക്കണമെന്നില്ല. അപ്പൊ അങ്ങനെ പുതിയ കാര്യങ്ങൾ വരും. അതൊക്കെ നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, നമ്മൾ റെഫർ ചെയ്തത് പഠിച്ചാൽ മതി. ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് റിസർച്ച് മെത്തേഡ്സ്, QT, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആണ്. അപ്പൊ അത് ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിരിക്കും കേട്ടോ. ചില കുട്ടികൾക്ക് അതിന്റെ അതൊക്കെ ഇച്ചിരി പ്രോബ്ലം വൈസ് ആയിട്ട് ഇച്ചിരി പാടുകൾ കാണും ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പൊ നമ്മൾ അഡീഷണൽ ടൈം അതിന് വേണ്ടി യൂസ് ചെയ്ത് നമ്മൾ അതിന്റെ അകത്ത് പഠിക്കണം. ബിസിനസ് മാനേജ്മെന്റ് ആൻഡ് HR, അത് ഈസിയാണ്. അതിന്റെ അകത്ത് വരുന്ന കുറച്ച് തിയറീസ് ഉണ്ട്. മെയിൻ ആയിട്ട് വരുന്ന മാനേജ്മെന്റ് തിയറീസ്, ആ കാര്യങ്ങൾ നിങ്ങൾ ലീഡർഷിപ്പ് മോഡൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. ബാക്കി ഒരു വെച്ച് നോക്കി കഴിഞ്ഞാൽ BM ആൻഡ് HR ഒരു ഈസി ഏരിയ ആണ്. ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് പറഞ്ഞ ഒരു ടോപ്പിക്ക് തന്നെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നതാണ് വരുന്ന ഡിഗ്രിക്കൊക്കെ. അപ്പം അതൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സിസ്റ്റംസ്, കാര്യങ്ങൾ, ഫിനാൻഷ്യൽ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് കാണുക. നെക്സ്റ്റ് വൺ മാർക്കറ്റിംഗ് മാനേജ്മെന്റ്. ഓക്കെ, നമ്മുടെ മെയിൻ ടോപ്പിക്ക്, നമ്മുടെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. +2 തൊട്ട് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കാണ്. ഡിഗ്രിയിലും പഠിച്ചിട്ടുണ്ട്, PGയിലും പഠിക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം അത് ഇമ്പോർട്ടന്റ് ആണ്. അതിനകത്ത് ഒരുപാട്. പക്ഷെ നിങ്ങൾ നേരിട്ട് കാണുന്ന ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരുമെന്ന് കരുതരുത് കേട്ടോ. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രോബ്ലം. എല്ലാവരും ഇതിനകത്ത് ആ ഒരു തിയറി മാത്രം വായിച്ചു വെച്ചുകൊണ്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്തിരിക്കും. അങ്ങനെ ഇരിക്കരുത്. ഇതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലണമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതിന്റെ അകത്ത് കുറെ കാര്യങ്ങളുണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എക്സാമ്പിൾസ് ഉണ്ട്, അങ്ങനെ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, ആ ഒരു കാര്യങ്ങൾ, ഡെഫിനിഷൻസ് ഉണ്ട്. ഇതെല്ലാം പഠിക്കണം. ഓക്കെ, എങ്കിൽ മാത്രമേ ഇതിനകത്ത് നമുക്ക് കയറി വരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഒരു ചില്ലറക്കളിയല്ല. UGC നെറ്റ് എന്ന് പറഞ്ഞ ചെറിയ കാര്യമൊന്നുമല്ല. അതിനകത്ത് അതനുസരിച്ചുള്ള ഒരു എക്സാം സ്ട്രാറ്റജീസ് നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം എന്താണ്, നമ്മളെ കോളേജ് പ്രൊഫസേഴ്സ് ആക്കാനുള്ള ഒരു എക്സാം അല്ലേ. ചുമ്മാ ഒരു എക്സാം, ഒരു പ്യൂൺ ആവാനുള്ള ഒരു എക്സാം ആണോ? അല്ല. എന്തിനു വേണ്ടിയിട്ടുള്ള എക്സാമാ? കോളേജ് പ്രൊഫസർ. ഓക്കെ, ഇപ്പം PSC ഒക്കെ എഴുതി കോളേജ് പ്രൊഫസർ ആവുകയാണെങ്കിൽ നമ്മൾ നേരിട്ട് ഒരു ഗസറ്റഡ് ഓഫീസർ ആയിട്ട് തന്നെയാണ് ജോയിൻ ചെയ്യുക. അതായത് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. നല്ല സാലറിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന, സമൂഹത്തിൽ തന്നെ ഏറ്റവും സ്റ്റാറ്റസ് ഉള്ള ഒരു പദവി കൂടിയാണ് എന്ത്, ഒരു കോളേജ് പ്രൊഫസർ എന്ന് പറയുക. അപ്പൊ അതിനൊരു ചെറിയൊരു എക്സാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് പാസ്സാവാനായിട്ട് പറ്റുമോ? ഇല്ല. അതിന്റെ ഒരു എലിജിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു എലിജിബിലിറ്റി ആണ് അതിനുള്ളത്. ഓക്കെ, പിന്നെ വരുന്ന ലീഗൽ ആസ്പെക്ട്, ലോ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്, അത് കുറെ കാര്യങ്ങൾ അതിൻ്റെ അത് പഠിക്കാനുണ്ട്. അപ്പൊ ആ ആക്ടുകളെല്ലാം നല്ല രീതിയിൽ നിങ്ങൾ അതിൻ്റെ അത് നോക്കി വെച്ച് പഠിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ, ലീഗൽ ആസ്പെക്ട് ഓഫ് ബിസിനസ് വരുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ പ്രോപ്പർ ആയിട്ട് ഓരോ ടോപ്പിക് വൈസ് ടോപ്പിക് ആയിട്ട് ഇതിൻ്റെ അത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ടോപ്പിക് ബൈ ടോപ്പിക് ആയിട്ട് നിങ്ങൾ ലേൺ ചെയ്ത് പഠിക്കണം. ഇത് മാത്രമേ ഇത് പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ആ ടോപ്പിക്കുകളല്ല. ഓക്കെ,
പിന്നെ വരുന്നതാണ് ഇൻകം ടാക്സ്. ഇൻകം ടാക്സ് ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ കുട്ടികളും ചിലപ്പോൾ ഇൻകം ടാക്സ് പഠിച്ചിട്ടുണ്ടാകണമെന്നില്ല. കോർപ്പറേഷന് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഒക്കെ പഠിച്ചവർ ചിലപ്പോൾ അത് പഠിച്ചിട്ടുണ്ടാവില്ല. അല്ലാത്ത കുട്ടികൾക്കെല്ലാം ഇൻകം ടാക്സ് അറിയാവുന്നതാണ്. അതിന്റെ കാൽക്കുലേഷൻസ് കാര്യങ്ങൾ അതും കൂടി എഴുതി പഠിക്കും. അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇപ്പൊ അത് കണ്ടില്ലേ, കുറെ ടോപ്പിക്കുകൾ ഉണ്ടല്ലോ. ഇതെല്ലാം നിങ്ങൾ ഒറ്റ സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചതായിട്ടുള്ള ടോപ്പിക്കുകളാണ് എല്ലാവരും. ചിലതൊക്കെ 2 ടേം എടുത്തായിരിക്കും പഠിച്ചത്, 2 സെമ്മിലായിട്ടായിരിക്കും പഠിച്ചിരിക്കുന്നത്. 90 അവേഴ്സ് എടുത്ത് ഒറ്റ സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കുന്ന കാര്യങ്ങളായിരിക്കും ഇവിടെ ഇത് ഒറ്റ ടോപ്പിക്കിൽ അല്ലെങ്കിൽ ഒറ്റ മൊഡ്യൂളിൽ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. കാരണം പക്ഷേ അതിൻ്റെ അകത്ത് ഒരു സിലബസിന്റെ ഏരിയയിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, മൊത്തം ഏരിയയും ഉണ്ട്. അപ്പം ആ ഒരു പഠിച്ച കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾ അരച്ച് കലക്കി ഒരു കഷായമാക്കി ഇങ്ങനെ ഒരു മിശ്രിതമാക്കി നിങ്ങൾ കഴിക്കണം. എങ്കിൽ മാത്രമേ അത് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ഇതിൻ്റെ അകത്ത് നിങ്ങൾ അതിൻ്റെ അകത്ത് ഒരു എക്സ്പേർട്ട് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. ഇതിൻ്റെ അകത്ത് എക്സ്പേർട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊന്നും അറിയാനില്ല. പഠിപ്പിക്കാനൊക്കെ ആയിട്ട് ചെല്ലുമ്പോഴത്തേക്ക് നേരെ അങ്ങ് ചെന്നാൽ മതി, നേരെ തന്നെ നിങ്ങൾ പഠിപ്പിക്കാനായിട്ട് പറ്റും. അങ്ങനെയുള്ള ഒരു യൂസേജ് ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ സബ്ജക്ട് നിങ്ങൾ മുഴുവനായിട്ടും പഠിക്കണം. നമ്മൾ ഇതിനകത്ത് വിട്ടുകളയുന്ന സബ്ജക്റ്റുകളൊന്നുമില്ല. നിങ്ങൾ ഡിഗ്രി പഠിച്ച PG പഠിച്ച സബ്ജക്റ്റുകളെല്ലാം വന്നില്ലേ, കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്ത് വന്നതാണ് വരുന്നത്. അപ്പം ആ ഒരു സബ്ജക്റ്റുകളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. എല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് നിങ്ങൾ ഇതിൻ്റെ അകത്ത് പഠിക്കേണ്ടതാണ്. ഓക്കെ, ഇപ്പൊ പേപ്പർ 1 ഇമ്പോർട്ടന്റ് ആണ്, പേപ്പർ 2 ഇമ്പോർട്ടന്റ് ആണ്. പേപ്പർ 2 ആണ് ഇതിന്റെ അകത്ത് മാർക്ക് സ്കോർ ചെയ്യാൻ ഏറ്റവും എളുപ്പം പേപ്പർ 2 ആണ്. നിങ്ങൾ കുറച്ചും കൂടി ഈസിയും പേപ്പർ 2 ആണ്. പിന്നെ പേപ്പർ 1ന്റെ അകത്ത് കുറച്ചും കൂടെ ടെക്നിക്കൽ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിന്റെ അകത്ത് കുറച്ച് നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഏരിയാസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതും നിങ്ങൾ പഠിക്കണം. രണ്ടും പഠിക്കണം. രണ്ടും പഠിച്ച് കഴിയുമ്പോഴത്തേക്കും ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇത് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഞാൻ ഓർത്തുകൊണ്ടിരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആണ്. എനിക്കിത് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റില്ല എന്നാണ് ഓർത്തുകൊണ്ടിരുന്നത്. പക്ഷേ എക്സാം എഴുതി കഴിഞ്ഞ ഒരു കൂളായിട്ട് തന്നെ എഴുതാൻ പറ്റി. കാരണം ഡിഗ്രി പഠിച്ച ചോദ്യങ്ങളൊക്കെ തന്നെയാണ് വന്നത്. അതുപോലെ തന്നെ എല്ലാ ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്തു. ഒരു ക്വസ്റ്റിനെ ഒഴികെ ബാക്കിയെല്ലാം 149 ക്വസ്റ്റിന് മാർക്ക് ചെയ്തു. ഒരു ക്വസ്റ്റിന് എനിക്ക് എഴുതാൻ പറ്റിയില്ല. അതിപ്പോഴും ഞാൻ ഓർക്കുമ്പോൾ ഒരു സങ്കടമുള്ള ഒരു കാര്യമാണ്. ലാസ്റ്റ് ആ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, പാസേജിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, കൊമേഴ്സിൽ നിന്ന് വരുന്ന. ഒരു 6 സെക്കൻഡ് കൂടി മിച്ചം ഉണ്ടായിരുന്നു. ഞാനൊരു ഓപ്ഷൻ വെറുതെ കൊടുക്കാമെന്ന് ഓർത്തതാണ്. പക്ഷേ ആ ഒരു 6 സെക്കൻഡിൽ കമ്പ്യൂട്ടർ ഓഫ് ആയി. അതുകൊണ്ട് എനിക്കത് പറ്റിയില്ല. അങ്ങനെ 149 ക്വസ്റ്റ്യൻ എന്തായാലും എഴുതി. അപ്പൊ ആ ഒരു രീതിയിലൊക്കെ എഴുതാനായിട്ട് സാധിച്ചു. അപ്പം നിങ്ങൾക്കും അത് അതുപോലെ തന്നെ സാധിക്കുന്ന ഒരു ഏരിയയാണ്. ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഒരു കാര്യങ്ങൾ ഈ രീതിയിലൊക്കെ ഒന്ന് പഠിച്ചിട്ടുണ്ട് എങ്കിൽ പ്രോപ്പറായിട്ട് നിങ്ങളൊരു MCQs ഒക്കെ അറ്റൻഡ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. MCQ ഒക്കെ ഒരുപാട് കിട്ടും. നിങ്ങൾക്ക് ഒട്ടും ഒരു ബുദ്ധിമുട്ടുള്ള കേസ് അല്ല MCQ കിട്ടുക എന്നുള്ളത്, അല്ലെങ്കിൽ PYQ കിട്ടുക എന്നൊക്കെ ഉള്ളത്. PYQ ഒക്കെ ഒരുപാട് അവൈലബിൾ ആണ്. ആ ഒരു PYQs ഒക്കെ നിങ്ങൾ എടുക്കുക, പഠിക്കുക. ഓക്കെ, ഈ ഒരു ദിവസം കുറച്ച് ദിവസങ്ങൾ നിങ്ങൾ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ആവാൻ പോകുന്നത്, കോളേജ് പ്രൊഫസേഴ്സ് ആണ് ആവാൻ പോകുന്നത്. ഓക്കെ, കാര്യം ശ്രദ്ധിക്കുക. ഒരു 3 മാസം നിങ്ങൾ ഇതിനു വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കോളേജ് പ്രൊഫസർ ആവാം. നിങ്ങൾക്കും ആകാം അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറയുന്ന പോലെ. നിങ്ങൾക്കും ആകാം കോടീശ്വരൻ എന്നൊക്കെ പറഞ്ഞ പോലെ നിങ്ങൾക്കും ആകാം എന്താവാം, അസിസ്റ്റന്റ് പ്രൊഫസർ അല്ലെങ്കിൽ JRF ഹോൾഡർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വർക്ക് ഉണ്ട് കേട്ടോ. JRF ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇരിക്കുക എന്നുള്ള രീതിയിലല്ല, നമുക്ക് അതിനനുസരിച്ച് വർക്ക് ഉണ്ട്. പക്ഷെ നമുക്ക് എന്ത് കിട്ടും, PhD കിട്ടും. PhD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കാര്യമാണോ? ഡോക്ടർ ആവുക. നിങ്ങൾക്ക് ഇപ്പൊ ഡോക്ടർ ആവാൻ പറ്റിയില്ലല്ലേ, നമ്മൾ കൊമേഴ്സ് എടുത്തുകൊണ്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് എന്ത് ആവാൻ പറ്റിയില്ല, ഡോക്ടർ ആവാൻ പറ്റിയില്ല. പക്ഷേ PhD എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡോക്ടർ ആവാൻ പറ്റും. നമുക്കും എന്താവാൻ പറ്റും, ഡോക്ടർ ആവാനായിട്ട് പറ്റും അല്ലെ. ഡോക്ടർ, നമുക്കൊരു പേരിന് മുമ്പ് നമുക്കൊരു ഡോക്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് ചേർക്കാം. ഓക്കെ, അത് നമ്മുടെ സ്റ്റാറ്റസിനെ സൂചിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ അതിന്റെ അതൊരു പ്രൊഫഷന്റെ ഡോക്ടറേറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതിന്റെ കാര്യം കൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. അത്രത്തോളം ബെനിഫിറ്റ് ഉള്ള ഒരു എക്സാം ആണ്. നിങ്ങൾ വിട്ടുകളയരുത്. നന്നായിട്ട് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ക്രിസ്ത്യൻ നിങ്ങൾക്ക് എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളെ എങ്ങനെ നെറ്റ് അല്ലെങ്കിൽ JRF ക്വാളിഫൈഡ് ആക്കുക എന്നുള്ള ഒരു കംപ്ലീറ്റ് സ്ട്രാറ്റജി, കംപ്ലീറ്റ് പ്ലാനോട് കൂടിയാണ് ക്രിസ്റ്റൽ മുന്നോട്ട് നീങ്ങുന്നത്. അത് നിങ്ങളും കൂടെ ഇതിനകത്തേക്ക് ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ നേടുവാനായിട്ട് സാധിക്കും. UGC നെറ്റ് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, താങ്ക് യു. പിന്നെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ ആയോ എല്ലാവരും? സ്റ്റുഡൻസ്, ഹലോ. ഹലോ സാർ, കേൾക്കാവോ? കേൾക്കാം. സാർ, ഈ 6% ആൾക്കാരെ ജയിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞില്ലേ, പേരെന്താണ്? അത് എന്റെ പേര് മന്യ. മന്യ. ഓക്കെ, എവിടെ PG കംപ്ലീറ്റ് ചെയ്തതാണോ അതോ? ഞാൻ കോളേജിൽ കഴിഞ്ഞു, PG കഴിഞ്ഞ ആളാണ്. ഓക്കെ, എക്സാം ഇതിനു മുമ്പ് എഴുതിയിട്ടുണ്ടോ? ഇല്ലില്ല, ഫസ്റ്റ് ടൈമാ. ഓക്കെ, പറഞ്ഞോളൂ. അല്ല, അപ്പൊ ഈ 6%ന്റെ കണക്ക് പറഞ്ഞില്ലേ, അതെങ്ങനെ ഈ 40% കിട്ടിയ ആൾക്കാർക്ക് എല്ലാരും ക്വാളിഫൈ ആവുന്നില്ലേ? അതാണ് ഞാൻ എന്താ പറഞ്ഞത്. ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ നിങ്ങളത് ശ്രദ്ധിച്ചിരിക്കണം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. അപ്പം അതായത് എങ്ങനെയാണ് വരിക,
6% ആളുകൾക്ക് നെറ്റ് ക്വാളിഫൈഡ് ആകാനായിട്ട് സാധിക്കുകയുള്ളൂ. നെറ്റ് ഒരിക്കൽ എപ്പോഴും ഈ 40% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിനൊരു എൻട്രി ക്രൈറ്റീരിയ ആണ്. എക്സാം ക്വാളിഫൈ ആകണമെങ്കിൽ, നമ്മുടെ പേപ്പർ വാല്യൂ ചെയ്യണമെങ്കിൽ തന്നെ ആ ഒരു 40% മാർക്ക് മസ്റ്റായിട്ടും നേടിയിരിക്കണം. ഒരു ജനറൽ കാറ്റഗറിയിലുള്ള ഒരാളാണെങ്കിൽ മസ്റ്റായിട്ട് നമുക്ക് അവിടെ 40% ഉണ്ടായിരിക്കണം. എന്ന് കരുതി 40% ഉള്ള എല്ലാവർക്കും നെറ്റ് കിട്ടുമെന്നല്ല. 6% ആളുകൾക്കും നെറ്റ് കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ 7% ആളുകൾക്ക് വരെ കിട്ടും. ഈ ഒരു 6 to 7% ആളുകൾക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ നമ്മുടെ ഒരു ക്വാളിഫയിങ്ങിലേക്ക് ആക്കണമെങ്കിൽ, ഒരു ക്വാളിഫയിങ് മാർക്ക്, ഒരു എലിജിബിലിറ്റി മാർക്ക് ആകണമെങ്കിൽ തന്നെ നമുക്ക് 40% മിനിമം ഉണ്ടായിരിക്കണം. ഞാൻ മുമ്പ് ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, 100 പേര് എഴുതി, 100 പേര് എഴുതിയതിൽ 98 പേർക്കും ഈ ഒരു 40% മാർക്ക് ലഭിച്ചില്ല, അല്ലെങ്കിൽ 35% മാർക്ക് ലഭിച്ചില്ല എങ്കിൽ ആ 98 പേരും അതിനകത്ത് ഔട്ട് ആവുകയാണ്. കംപ്ലീറ്റ് ആൾ ഇപ്പൊ 100 പേര് എഴുതി, 100 പേർക്ക് ഈ ഒരു മാർക്ക് ലഭിച്ചില്ല എങ്കിൽ 100 പേരും ഇതിനകത്ത് ഔട്ട് ആവും. അതായത് ആ ഒരു 40% അവിടെ മിനിമം മീറ്റ് ചെയ്യാനായിട്ട് അവിടെ സാധിച്ചിരിക്കണം. അല്ലെങ്കിൽ റിസർവ്ഡ് കാറ്റഗറി ആണെങ്കിൽ 35% മിനിമം അവിടെ മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ, നമുക്ക് അതിനകത്ത് ഒരു എൻട്രി ഓരോന്നിനകത്ത് ഒരു എൻട്രി റൗണ്ട് ഉണ്ടല്ലേ. ആദ്യത്തെ ആ ഒരു പ്രിലിമിനറി റൗണ്ട് എന്നൊക്കെ വേണമെങ്കിൽ, ഇല്ല ഇതിനകത്ത് അങ്ങനെ പറയാനായിട്ട് പറ്റില്ല, എങ്കിൽ പോലും എന്താണ്, ഒരു ആദ്യത്തെ ഒരു ഘട്ടമാണത്. ആദ്യത്തെ നമ്മുടെ ആ ഒരു ഇതിലേക്ക്, നമ്മുടെ ആ ഒരു എക്സാമിനേഷനിലേക്ക് എൻട്രി ആയി എന്ന് നമുക്ക് പറയണമെങ്കിൽ പോലും എന്തുണ്ടായിരിക്കണം, ഒരു 40% മാർക്ക് മിനിമം നമ്മൾ മേടിച്ചിരിക്കണം. അല്ലെങ്കിൽ 40% ഇപ്പൊ മാർക്ക് കൂട്ടി നോക്കുമ്പോഴത്തേക്ക് എനിക്ക് 30% ഉള്ളൂ, 20% ഉള്ളൂ എങ്കിൽ എന്താണ്, നമ്മൾ എത്ര മാർക്ക് അതിൻ്റെ അകത്ത് നമ്മൾ ടോപ്പ് ആണെങ്കിൽ പോലും ബാക്കി ആരും അത്രയും മാർക്ക് മേടിച്ചില്ല എങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, ക്വാളിഫൈ ആകാനായിട്ട് പറ്റില്ല. മിനിമം നമുക്ക് 40% മാർക്ക് അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, അതാണ് അതിൻ്റെ അകത്ത് കേട്ടോ. ക്ലിയർ ആയോ? ഓക്കെ സർ. ഓക്കെ. അല്ല, പക്ഷെ ഈ 6 to 7% അതിന്റെ ക്രൈറ്റീരിയ എങ്ങനെയാ? അതെങ്ങനെയാണ് ഏറ്റവും ടോപ്പ് മാർക്കുള്ള 7% ആൾക്കാർ അതെ അങ്ങനെയാണോ? അതെ 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 അതെ, ഏറ്റവും ടോപ്പ് മാർക്കുള്ള 7% ആണ്. വേറെ ഷിഫ്റ്റുകൾ ഉണ്ടായെങ്കിൽ അതനുസരിച്ച് ഒരു പെർസെന്റേജ് രീതിയിലായിരിക്കും കേട്ടോ. അതിൻ്റെ അകത്തൊരു വ്യത്യാസമുണ്ട്. ഇപ്പം ഒരു ഷിഫ്റ്റേ ഉള്ളതെങ്കിൽ ഏറ്റവും ടോപ്പ് വരുന്ന 6% ആയിരിക്കും. അല്ല എങ്കിൽ എങ്ങനെയാണ്, അല്ല എങ്കിൽ ഈ ഒരു രീതി തന്നെയാണ് എല്ലാത്തിനകത്തും ടോപ്പിൽ വരുന്ന ആളുകളാണ്. പക്ഷെ മാർക്കിന്റെ അകത്ത് ചെറിയ വ്യത്യാസങ്ങൾ കാണും. ചിലപ്പോൾ ഒരു ഹാർഡായിട്ട്, എല്ലാവർക്കും ഹാർഡായിട്ടാണ് തോന്നുന്നതെങ്കിൽ അതിനകത്ത് ടോപ്പിൽ വരുന്ന എല്ലാ ഷിഫ്റ്റിൽ നിന്നും ടോപ്പിൽ വരുന്ന ആളുകളെ എടുത്തിട്ടായിരിക്കും നമ്മൾ അതിന്റെ ആ ഒരു പെർസെന്റേജ് അവിടെ ഡിറ്റർമിൻ ചെയ്യുക. ഏറ്റവും ഫസ്റ്റ് വരുന്ന ആളുകൾക്ക് എല്ലാം 100 മാർക്ക് ഉള്ള രീതിയിൽ കൺസിഡർ ചെയ്യുന്നു, അവർക്ക് JR പ്രൊവൈഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അടുത്ത ഒരാൾക്ക്, അതായത് ടോട്ടലിൽ വരുന്ന ആ ഒരു 1% എടുത്തിട്ട് അതിന്റെ ആ ഒരു ഏറ്റവും ടോപ്പിൽ വരുന്ന ആ ഒരു പെർസെന്റേജ് അനുസരിച്ച് നമ്മൾ JR പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ അതിന്റെ ആ ഒരു പെർസെന്റേജ് കാൽക്കുലേഷൻ ആണ് അതിന്റെ അകത്ത് വരിക. ഒറ്റ ഷിഫ്റ്റ് ആയിട്ടാണ് നടക്കുന്നതെങ്കിൽ പെർസെന്റേജ് ഏറ്റവും ടോപ്പിൽ വരുന്ന 1%ക്ക് JRഫും, അതുപോലെ തന്നെ ഏറ്റവും ടോപ്പിൽ വരുന്ന 6 to 7%-ന് നെറ്റും. ഓക്കെ, അങ്ങനെയാണ് ഇതിന്റെ കാൽക്കുലേഷൻ വരിക. ഓക്കെ, അപ്പൊ സെറ്റിന്റെ ഇങ്ങനെ തന്നെയാണോ? സെറ്റിന്റേതോ? സെറ്റ് എക്സാമിന്റേത്. സെറ്റ് എക്സാമിനേഷൻ അങ്ങനെയല്ല. സെറ്റ് എക്സാമിനേഷന് കട്ട് ഓഫ് അവർ തന്നെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന മിനിമം ക്രൈറ്റീരിയ ഉണ്ട്, മിനിമം മാർക്ക് ഉണ്ട്. ആ ഒരു മിനിമം മാർക്ക് കംപ്ലീറ്റ് ചെയ്യുകയുണ്ട്. സെറ്റ് എക്സാമിനേഷന്റെ മിനിമം മാർക്ക് ഉണ്ട്. അതായത് സെറ്റ് എക്സാമിനേഷന്റെ അല്ലെങ്കിൽ കേറ്ററ്റ് എക്സാമിനേഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മുടെ നെറ്റ് എക്സാമിനേഷൻ വ്യത്യാസമുണ്ട്. നെറ്റ് എക്സാമിനേഷൻ ആണ് ഇതിന്റെ ടോപ്പിൽ വരുന്ന 6% എന്നുള്ള രീതിയിൽ. സെറ്റ് എക്സാമിനേഷൻ ഒക്കെ മിനിമം മാർക്ക് ക്രൈറ്റീരിയ ആണ് അതിനകത്തുള്ളൂ. ഓക്കെ. ഓക്കെ സർ, താങ്ക് യു, മനസ്സിലായി. ഓക്കെ, ബാക്കി വേറെ ആളുകൾക്കോ? എല്ലാവരും ക്ലിയർ ആണോ? പറഞ്ഞേ. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഒന്ന് ഇടാവോ? ഓക്കെ, കുമാരി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. മന്യ. ഓക്കെ ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. മറ്റു കാര്യങ്ങളൊന്നും വരുന്നില്ല.
നമുക്ക് സ്റ്റോപ്പ് ചെയ്യാമെന്ന് കരുതുന്നു. ഹലോ നിഖില മാം. ഓക്കെ വൈൻഡപ്പ് ചെയ്യാം സാർ. ഓക്കെ. നാളെ നമുക്ക് അക്കൗണ്ടൻസിയുടെ ക്ലാസ് ആണ് വരുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം.